അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. ബഹുമാനപ്പെട്ട MP ഉസ്താദിന്റെ 1.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന നല്ലൊരു ആദർശ പ്രഭാഷണം ഇന്നലെ പറയുകയും ഉസ്താദ് കറക്റ്റ് സമയത്തിന് എത്തുകയും തുടങ്ങാൻ അല്പം വൈകിയെങ്കിലും അൽഹംദുലില്ലാഹ് പല വിഷയങ്ങളും നമുക്ക് ക്ലിയറാക്കി തന്നു. അടിസ്ഥാനപരമായിട്ടുള്ള ഓരോ വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ചോദ്യക്കാർക്ക് നമ്മൾ അവസരം, കാരണം മറ്റൊരു ചർച്ചയും കൂടെ ഉള്ളതുകൊണ്ട് ഉസ്താദിന് തന്നെ പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവേണ്ടത് കൊണ്ടും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് നേരത്തെ തന്നെ ഉസ്താദ് അറിയിച്ചിരുന്നു. ഉസ്താദിന് പ്രത്യേകം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി സൽമാൻ നസീർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ചർച്ച ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം ഉസ്താദ് അതൊരു വാട്സപ്പ് ഖത്തറിന് അയച്ചെന്നാണ്. അയാളതിൽ ഇതൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ നമുക്ക് ചോദിക്കാം. ഇബാറത്ത് വായിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ജാഫർ ബിൻ സാഹിബൊക്കെ ഉണ്ടല്ലോ അവിടെ ഏറ്റെടുത്തേ. എന്താണ് അപ്പൊ നമുക്ക് പിന്നീട് ആ ക്ലിപ്പൊക്കെ ഇടാം. വലിയ രസമുണ്ട്. ഇസ്രായേലൊക്കെ അവിടെ ഇറങ്ങിയിരിക്കുക. ആ കുട്ടിമായിട്ട് വരി, പണ്ട് മുങ്ങിയതാളാ കുട്ടിമോ. ഇപ്പൊ ഓൺലൈനിലുണ്ടാ? മമ്പുറത്തേക്ക് ഒരു തേങ്ങ, റിഫായ് ഷേഖിന് കോയിനൊക്കെ നിങ്ങൾ നേർച്ചാക്കിണ്ട് ആയിക്കോളി. കാരണം വലിയ സംഖ്യ ഉള്ള കാര്യം പറയാം. ഈ മുജാഹിദിന്റെ ആൾക്കാരാണ്. എനിക്കറിയാം കുട്ടി ഉണ്ടാകാൻ വേണ്ടിട്ട് മോജ് കോയിൻസ്, നമ്മളെ ആൾക്കാർ 100 റുപ്യ അല്ലെങ്കിൽ കോയിന് അരിബബില് കോയിൻസ് വലിയ സംഖ്യ. മൂല്യന്മാർക്ക് വലിയ പൈസ ഇട്ടലും നേർച്ച പൈസ ഇട്ടലൊക്കെ ബലെടുത്താണ് ചുളിവര്. അത് ഇട്ടത്തെ മരുവിന് ശേഷം ഉണ്ടാവുള്ളൂ, പകലുണ്ടാവില്ല. മുജാഹിദിന്റെ നേർച്ചന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് പിന്നെ വരാം. സൽമാൻ നസീർ ഉസ്താദ് കേൾക്കണ്ട? സൽമാൻ നസീർ ഉസ്താദ് ഇൻഷാ അല്ലാഹ് നാളെ ഷൊർണൂർ മണ്ഡലം ആമില സംഗമവും ആദർശ സമ്മേളനവുമുണ്ട്. വൈകുന്നേരം ഇന്ത്യൻ സമയം 4 മണി മുതൽ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈലി വല്ലപ്പുഴ മുഖ്യ പ്രഭാഷണവും അതുപോലെ മുസ്തഫ അഷറഫ് ഉസ്താദ് LCD ക്ലിപ്പിംഗ് സഹിതവും പ്രഭാഷണം നടത്തുന്നതിന്റെ ലൈവ് നമ്മുടെ ക്ലാസ് റൂമിലുണ്ടായിരിക്കും. ഷാഫി ചെറുപ്പുളശ്ശേരി ഉസ്താദും അതുപോലെ സ്വാലിഹ് ഒറ്റപ്പാലും ലൈവ് കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സൽമാൻ നസീർ ഉസ്താദ് കേൾക്കണ്ട? സൽമാൻ നസീർ ഉസ്താദ് ഇന്ത്യൻ സമയം 4 മണി മുതൽ 4:30-4:30 അവസ്ഥ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ചർച്ചയിലേക്ക് കടക്കാം. ഇന്നലെ നടന്ന പല സംഘടനാപരമായ വിഷയങ്ങളിലും അതുപോലെ കാന്തപുരം വിഭാഗം പിളർപ്പിലേക്ക് എന്ന സത്യാവസ്ഥ ജനം അറിഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ചർച്ചയും ക്ലിപ്പുകളൊക്കെ ഉണ്ട്. ഇന്നൊരു വിദ്വാൻ CM ഇബ്രാഹിം എന്ന് പറയുന്ന വിദ്വാന് ഷംസുൽ ഉലമ ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ മസ്നവിന്റെ സൗണ്ട് കേൾക്കണം. മസ്നവി എന്റെ സൗണ്ട് കേൾക്കണം. മസ്നവി ഉസ്താദിന്റെ സൗണ്ട് കേൾക്കണ്ട? കാരണം CM മടവൂർ നവ്വറുല്ലാഹ് മർക്കസ് അവിടുത്തെ അടുത്ത ഖാദിമും ഒക്കെ ആയി മസ്നവി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ്. മസ്നവി പോയോ? ആണ്ടല്ലൊക്കെ ഇന്ന് CM ഇബ്രാഹിം എന്ന് പറയുന്ന തട്ടിപ്പ് വീരൻ, അയാള് പ്രസംഗിച്ചു 1989 സമസ്ത പിളർന്ന അല്ലെങ്കിൽ കുറച്ചാൾ കൊയിഞ്ഞാടി പോയ സമയത്ത് ഞാൻ EKയുടെ കൂടെ നിൽക്കും എന്ന് ഈ ഇബ്രാഹിം പറഞ്ഞത്രേ. അപ്പോ EKയിലെ ഏറ്റവും വലുത് EK വിജയിക്കും. നീ പൊറുക്കലിനെ തേടണം, തെറ്റുപറ്റിയിരിക്കുന്നു ഇയാളോട് പറഞ്ഞല്ലോ, CM ഇബ്രാഹിമിനോട്. എന്നിട്ട് നീ എറണാകുളത്തേക്ക് സമ്മേളനത്തിന് പോകണം. APയും ഉള്ളാളച്ചങ്ങളുമാണ് വിജയിക്കുക, അവർക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ, EKക്ക് പരാജയം ഉണ്ടാവും എന്നൊക്കെ CM മടവൂർ നവ്വറുല്ലാഹ് മർക്കസ് അവിടത്തെ കുറിച്ച് പച്ച പൊള്ളു പറഞ്ഞ് ഒരു മനുഷ്യൻ. അയാളൊക്കെ എന്റെ ഉള്ള കാര്യം പറഞ്ഞു മയക്കൂട്ടിനെ പറയാം. കണ്ണുമുന്നിൽ കിട്ടിയ കണ്ണടപ്പണ്ട് കൊടുക്കും. ഓൾഡല്ല ഇന്ന് പ്രസംഗിച്ചാണ്. ഇന്ന് ഒരുത്തൂളല്ല, രണ്ടോടത്ത്. ഒന്ന് കോട്ടൂർ പ്രസംഗിച്ച് വേങ്ങര അമ്മാരി പൊള്ള്, പുതിയ പൊള്ളായിട്ട് ഇറങ്ങി ഏറ്റവും വലിയ പടായി. അപ്പൊ ഞാൻ ഈ കൊടുക്കുന്ന ലൈവ് ടീമിന്റെ ഈ STV അല്ലാത്ത മറ്റേ റൂമിൽ ലൈവ് എടുത്തപ്പോൾ അവിടെയും പ്രസംഗിച്ചു. അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടുത്തെ ആ ലൈവ് ടീമോട് ചോദിച്ചാലേ ഷമീം മടവൂർ എന്ന ലൈവ് ടീമിന്റെ പേര്. അയാൾക്ക് ഞാൻ BM അടിച്ചു. നല്ല പുളുള്ള അടിച്ചിട്ടുണ്ട് അറിഞ്ഞു. അത് ഇയാൾ ഉത്തരാണ്.
ലൈവ് ടീമിന്റെ കൊടുക്കുന്ന ആൾ ഉത്തരം തരണേ. ഇവിടെ ആദ്യമായിട്ടാണ് ഈ അടി എന്നുള്ളത്. എന്റെ അടുത്ത് CM-ഓട് ചാറ്റ് ഉണ്ട്, ആർക്കും വേണമെങ്കിൽ തരാം. പൊള്ളു പറയല്ല, ഞാൻ CM ഇബ്രാഹിം അല്ല. അയാൾ ലൈവ് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ നൂറുന്നങ്ങളൊക്കെ നമ്മൾ എംടിസ്റ്റാ പ്രസംഗിച്ചുമ്പോ പറഞ്ഞാ എങ്ങനെ സംശയിക്കണ്ടല്ല. ഒരു മനുഷ്യ ആ ക്ലിപ്പൊക്കെ ഇൻഷാല്ലാ നമുക്ക് ഇടാണ്ട്. ഇതുപോലെ ശംസുലുലമനെ പറ്റിയൊക്കെ കുറ്റം പറയാൻ, തെറി പറയാൻ. എന്നിട്ടോ ഞാൻ യൂട്യൂബിൽ ചെന്ന് കണ്ടെന്ന് CM ഇബ്രാഹിം ഓൾഡ് അടിച്ചു നോക്കി. ഇയാള് കാവ്യ വേഷത്തിലും ഇയാൾ നടക്കുന്ന ഓരോ സംഗതികളും ഒന്ന് അത് വീഡിയോസ് ആയിട്ട് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം, കാണിപ്പിച്ചു കൊടുക്കണം ഇവർക്ക്, ആ തനി ആര്യാടൻ സ്റ്റൈല്. അപ്പൊ ഇവരൊക്കെ ലക്ഷ്യം വേറാണ്. അപ്പൊ ആളുകൾ ഒഴിവുണ്ട്, ഇത് കേൾക്കുന്ന ആൾക്കാർ SFI ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് CM ഇബ്രാഹിം എന്നുള്ള നിങ്ങളൊന്ന് യൂട്യൂബിലും അടിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടല്ലേ. ഏതായാലും ശംസുദ്ദീൻ ഉസ്താദ് മൈക്കിൽ വരണം. ശേഷം സൽമാൻ ഉസ്താദ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹോദരങ്ങളെ, വളരെ നല്ല ഒരു ലൈവ് ബഹുമാനപ്പെട്ട MT ഉസ്താദ് ഒരുപാട് തർക്ക വിഷയങ്ങളിൽ സംശയങ്ങൾ തീരത്തക്ക വിധം വളരെ കൃത്യമായി കിതാബുകളുടെ ഉദ്ധരണികളൊക്കെ വായിച്ചുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ഇൽമിലും മറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ. ഇനിയും ഇതേപോലെ ഒരുപാട് നമ്മുടെ ക്ലാസ് റൂമിലൂടെയും അല്ലാതെയും സമൂഹത്തിന് കാര്യങ്ങളെ നേരാംവണ്ണം വിശദീകരിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കഴിവുകളും നൽകി അവരെ ആദരിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ അടുത്തതായി ബഹുമാനപ്പെട്ട സൽമാൻ അസരിയുടെ ഒരു വിശദീകരണം കൂടിയുണ്ട് എന്നറിയാൻ സാധിച്ചു. സൽമാൻ അസരി താഴെ എവിടെ ഉണ്ട്, കൈ ഉയർത്തി വരണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. സൽമാൻ അസരി കേൾക്കണില്ലേ? സൽമാൻ അസരിന്റെ വണ്ടി കയറി വണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടുനിന്ന് മഞ്ചേരിക്ക് പോയതാണ്. അവസാനം കാപ്പാട് എവിടെ എത്തിയത്. അതെങ്ങള് വരുന്നില്ലേ? സൽമാൻ അസരി വരി. ഏതായാലും നമുക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സൽമാൻ അസരി എത്തിയിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസക്തിയും അതോടൊപ്പം അതിന്റെ അജയ്യതയും നാൾക്ക് നാൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ശത്രു പാളയത്തിലും പൊട്ടലും ചീറ്റലും തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൽ സന്തോഷിക്കുന്നില്ല. പക്ഷേ നാട്യവസ്ഥ പറഞ്ഞ പോലെ നമുക്ക് സഹതാപേ ഉള്ളൂ. നാം അതിൽ സഹതപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സൽമാൻ അസരിയെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد الله سبحانه وتعالى നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ആദർശ മുന്നേറ്റം ഓൺലൈൻ രംഗത്ത് വ്യതിരിക്തമായ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ മാത്രം ബൃഹത്തായതും വിശാലമായതുമാക്കിയിരിക്കുന്നു എന്നത് തെല്ല് അഭിമാനത്തോടുകൂടെ തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. ഫസൽ ഫസുവിന്റെ ക്യാം ഒന്ന് ഓഫ് ചെയ്യണം. ആരെങ്കിലും അറിയാതെ ഈ സംസാരിക്കുന്ന ഞാൻ ആ ആളാണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ അത് വലിയ ഒരു മുസീബത്തായി മാറും. ഇവിടെ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച ക്ലിപ്പുകളെല്ലാം ഇവിടെ പ്ലേ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു മുഹൂർത്തമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങളായ SSFന്റെ പ്രവർത്തകരെ പരമാവധി നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ അവരോട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു നസീഹത്തായിരിക്കും അത് എന്ന് ഞാൻ ഉണർത്തുകയാണ്. ഇവിടെ വിശദീകരണവും അനുബന്ധമായി ക്ലിപ്പും എന്ന ശൈലിയിൽ നിന്നും മാറി ക്ലിപ്പും വിശദീകരണവും എന്ന ശൈലിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിപ്പുകൾക്ക് പ്രാധാന്യം നൽകി വിശദീകരണം ചുരുക്കിയുള്ള ഒരു ശൈലിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചാൽ ക്ലിപ്പുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ ആദ്യമായി കാന്തപുരം വിഭാഗത്തിന്റെ ചില ക്ലിപ്പുകൾ നമ്മുടെ പ്രവർത്തകരോടൊന്ന് സംഘടിപ്പിച്ചു വെക്കാൻ ആവശ്യപ്പെടുകയാണ്. ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി. ഫസൽ ഫസു, അതേപോലെ നമ്മുടെ അസുരം കൊടുവള്ളി, അതേപോലെ ക്ലിപ്പ് കയ്യിൽ വെക്കുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന, അതേപോലെ ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്ന കാന്തപുരത്തിന്റെ ബഡായി, പിന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയോടുള്ള ചോദ്യം. ഷെരീഫ് 82ന്റെ കയ്യിലുണ്ടാവും ക്ലിപ്പുകളൊക്കെ. നിങ്ങൾ ഒന്ന് റെഡിയാക്കി വെക്കി. അത് ഇടയിലൊന്ന് വെച്ചു കൊടുക്കാനാണ്. കാരണം ഇടയിൽ ഇങ്ങനെ തേങ്ങട്ട് കൊടുക്കണ്ടേ. പിന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയോട് നിഴലിനെ കുറിച്ച് ചോദിക്കുമ്പോ നിഴല് ഇടക്കിടക്ക് ഉണ്ടാകും എന്ന് പറയുന്ന ആ ക്ലിപ്പ്, ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്ന ആ ക്ലിപ്പ്, ഇത് നിർബന്ധമായും ആരെങ്കിലും ഒരാൾ സംഘടിപ്പിക്കുകയും അത് റെഡിയാക്കിയ ആൾ എനിക്കൊന്ന് PM ചെയ്യുകയും വേണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുക. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം.
ആദ്യമായി ബറക്കത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഴുജിയത്ത് മുറിയുന്ന ക്ലിപ്പൊന്നും വേണ്ട, അതൊന്നും ഞമ്മളിടണ്ടല്ലോ, അതൊന്നും ഞമ്മളിടണ്ട. അതൊക്കെ ഇടാൻ ആൺകുട്ടികളെ നമ്മൾ വേറെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബറക്കത്തിന് വേണ്ടി ബഹുമാനിയായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങാം. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന കയ്യിലുള്ള ആളുകൾ ഒന്ന് റൈസാന്റെയാണ്. ആ ക്ലിപ്പുകളൊന്നും എന്റെ കയ്യിലില്ല. പിന്നെ മറ്റൊരു USB ഞാനത് മാറ്റിയത് കൊണ്ട് ഇപ്പൊ അത് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ബഹുമാന്യനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ, എനിക്ക് ക്ലിപ്പുകൾ അയച്ചു തരണ്ട, ഉമർ 9016, ഇപ്പൊ ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ നിന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും ഇപ്പോ ആരും സെൻഡ് ചെയ്തരണ്ട. കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങാം. എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥന നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ, ആ പ്രാർത്ഥനയും ഇന്നത്തെ നമ്മുടെ പരിപാടിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ആ പ്രാർത്ഥനയും ഇന്നത്തെ നമ്മുടെ പരിപാടിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ബഹുമാന്യനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തുടങ്ങാം. സ്വൽപ്പം മൈക്കൽ. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവറുകളുടെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അവിടുത്തെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. മഹാനവറുകളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. നമ്മെ
അള്ളാഹുവിന്റെ ഫضല് കൊണ്ട് സുന്നത്ത് ഖിദ്മത്ത് ചെയ്ത് മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങളുടെ തണലിലായി സ്വർഗീയ പ്രവേശനത്തിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ ബഹുമാന്യനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ വർഷങ്ങൾക്ക് മുമ്പ് അധിക്ഷേപിച്ച ഒരു വിഭാഗത്തിനെതിരെ മഹാനവറുകൾ മനസ്സിന്റെ വേദനയോടുകൂടെ നടത്തിയ ഒരു പ്രാർത്ഥനയുടെ സ്വരമാണ് നമ്മൾ കേട്ടത്. പ്രായാധിക്യം ചെന്ന സമയത്ത് 90ന്റെ മുകളിൽ വയസ്സുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം, മഹാനവറുകൾ തന്നെക്കുറിച്ച് വളരെ മോശമായി അധിക്ഷേപിച്ച ചില ആളുകളെ, ആരോപണങ്ങളെ റബ്ബിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗമാണ് അതിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ പ്രാർത്ഥന ഒരു കാലത്തും തള്ളിക്കളയുകയില്ല. അതിന്റെ തുടർച്ചയെന്നോണം ബഹുമാനപ്പെട്ടവരുടെ പ്രാർത്ഥന ഏതൊരു വിഭാഗത്തിന് നേരെയായിരുന്നുവോ ആ വിഭാഗം ഇന്ന് ചരിത്രത്തിൽ ഒരു എടുക്കാത്ത നാണയമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് കളിക്കാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ധൈര്യം കാണിച്ചതിന്റെ പിന്നിൽ ഒരുപാട് കാലത്തെ അയാളുടെ തെറ്റുകളുടെ കറ അയാളെ പ്രേരിപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അയാൾക്കതിന് ധൈര്യം വന്നത്? ആദ്യം അയാൾ ഉസ്താദുമാർക്കെതിരെ രംഗത്ത് വന്നു, ഔലിയാക്കൾക്കെതിരെ, മശായിഖന്മാർക്കെതിരെ രംഗത്ത് വന്നു. വലിയ വലിയ ആലിമീങ്ങളെ പ്രതിപക്ഷത്ത് നിർത്തി അവരോട് എതിരിടാൻ അയാൾ പല തന്ത്രങ്ങളും ആസൂത്രണങ്ങളും മെനയുകയായിരുന്നു. അത് തുടർന്ന് വന്നപ്പോൾ മഹാന്മാർക്കെതിരിൽ കളിക്കുക എന്ന പേടി അയാളുടെ ഹൃദയത്തിൽ നിന്നും പാടെ എടുത്തെറിയപ്പെട്ടു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ കളിക്കാനുള്ള ജാല്യതയും ഭയവും അയാളുടെ ഹൃദയത്തിൽ നിന്നും പാടെ എടുത്തുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതോ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ തലയിൽ കിടക്കുന്ന മുടി കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് എന്ന് ഒരു ഭയവും കൂടാതെ വിളിച്ചു പറയുകയും ചെയ്തു. ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതിന് നിരവധി തെളിവുകൾ കൃത്രിമമായി അയാൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതൊന്നും ചെയ്യാൻ അയാൾക്ക് ഒരു വിമ്മിട്ടവും അനുഭവപ്പെട്ടില്ല. അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആശ്രിതർക്കും ഇതിൽ ഒരു മാനസിക വിമ്മിട്ടവും അനുഭവപ്പെട്ടില്ല. ഇതൊക്കെ കണ്ട് മനോവ്യഥയോടെ വളരെ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആലിമീങ്ങളും പ്രവർത്തകരുമായ നമ്മുടെ നേതാക്കളും നമ്മളും. പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവരുടെ ഈ കുപ്രചരണങ്ങളിൽ നിന്നും പരിരക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചു. അത് 100% വിജയം കാണുകയും ചെയ്തു. ഏതൊരു വിഷയത്തിലാണോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ തിരിഞ്ഞത്, അതോടുകൂടെ തന്നെ അവരുടെ എല്ലാവിധ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും അതോടുകൂടെ തന്നെ നിർത്തൽ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിപ്പെട്ടു എന്നതൊരു യാഥാർത്ഥ്യമാണ്.
ബഹുമാന്യനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആ പ്രാർത്ഥന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിലൂടെ. അവർക്ക് നേരെ ആ പ്രാർത്ഥനയുടെ ഓരോ ലഫ്ളും അവർക്കെതിരെ ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ളവരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ വലിയൊരു കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാന്തപുരം വിഭാഗത്തിൽ വലിയ ഒരു പിളർപ്പ്. ബാഹ്യമായി അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഞങ്ങൾ ഐക്യത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുകയാണ്. പക്ഷെ ആന്തരികമായി അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ വൻമതിലുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. അത് ഈ 1-2 ആഴ്ചയുടെ ഇടയിൽ പുറത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നൗഷാദ് അഹ്സനി കാന്തപുരം വിഭാഗത്തിന്റെ പ്രഭാഷകനും ഈ മുടിക്ക് വേണ്ടി കൂടുതൽ മുഖാമുഖങ്ങൾ വരെ നടത്തുകയും ചെയ്ത ഒരു വിദ്വാനാണ് അദ്ദേഹം. അയാളും അതേപോലെ തന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അയാളും 2 തട്ടിൽ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പൊന്മളക്കെതിരെ നൗഷാദ് അഹ്സനി ആഞ്ഞടിക്കുമ്പോൾ തലപ്പാവുധാരികളായ SSFന്റെ പൂർവ്വകാലത്ത് നിലവിലുള്ളതുമായ പ്രവർത്തകർ പൊന്മളക്കെതിരെ നൗഷാദ് അഹ്സനി ഗർജിക്കുമ്പോൾ ആവേശത്തോടുകൂടെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് തക്ബീർ ധ്വനികൾ മുഴക്കുന്നത് നമ്മൾ കാണുകയാണ്. നേരെ ഓപ്പോസിറ്റ് പൊന്മള നടത്തുന്ന പരിപാടിയിൽ നൗഷാദ് അഹ്സനിയെ പോലെയുള്ള ആ ലൈനിൽ നിൽക്കുന്ന ആളുകൾക്കെതിരിൽ സംസാരിക്കുമ്പോൾ അവിടെയും തക്ബീർ മുഴക്കുന്നു. പരസ്യമായി 2 ചേരിയിൽ നിന്ന് പരസ്പരം ആരോപണങ്ങളും പഴിചാരലുകളുമായി അവർ പരസ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് വൈലക്സിൽ ഓൺലൈനിൽ കുറെ സാധുക്കൾ എല്ലാ വേദനകളും കടിച്ചമർത്തിക്കൊണ്ട് കാമുകനെ നഷ്ടപ്പെട്ട കാമുകിമാരുടെ നൊമ്പരത്തോടുകൂടെ പലതും മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇതിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാകുന്നത്. നിങ്ങളെ ഞങ്ങൾ ഉറങ്ങാൻ വിടില്ല. ഞങ്ങളുടെ നേതാക്കളുടെ ഉറക്കം കെടുത്താൻ നടന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ തീർച്ചയായും പിന്തുടരുക തന്നെ ചെയ്യും. അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി. ഞാനിവിടെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാൻ പോവുകയാണ്. അതായത് കാന്തപുരം വിഭാഗത്തിലെ പണ്ഡിതന്മാരെ കുറിച്ച് നമുക്കറിയാം. ഈ അടുത്ത് നമ്മുടെ താഴെയുള്ള ഒരു റൂമിലെ ഒരു വിദ്വാൻ പറയുന്നത് കേൾക്കുകയുണ്ടായി. നമ്മുടെ ഒക്കെ ഇടയിൽ അല്ലാതെ പ്രചരിച്ച ഒരു ക്ലിപ്പായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പണ്ഡിതന്മാരില്ല, പണ്ഡിതന്മാരൊക്കെയുള്ളത് AP വിഭാഗത്തിലാണ്, സമസ്തയുടെ കൂടെ പണ്ഡിതന്മാരൊന്നുമില്ല എന്ന് നിർലജ്ജം പച്ച കളവ് അവരുടെ ക്ലാസ് റൂമിലൂടെ ഈ അടുത്ത് ഒരു വിദ്വാൻ പുറത്തുവിടുകയുണ്ടായി. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യത്തിൽ അവരുടെ ആലിമീങ്ങളെ കുറിച്ച് അവരുടെ ശിഷ്യന്മാരും പ്രവർത്തകരുമായ ആളുകളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. അതിനുശേഷമാണ് നമ്മൾ ആഴത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നത്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവരുടെ ഫത്വ ബോർഡിലെ കാര്യപ്പെട്ട ഒരു അംഗമാണ്. ഇവരുടെ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണാണ്. അദ്ദേഹം വലിയ ആലിമാണ് എന്നാണ് ഒപ്പ്. നമ്മളയാൾ ആലിമാണ് എന്നോ അല്ലാന്നോ ഒന്നും പറയാൻ പോണില്ല.
കാരണം എല്ലാം അവർ പറഞ്ഞു തരട്ടെ, അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന പോയാണ് ഇനി നമുക്കുള്ളത്. നമ്മൾ പറഞ്ഞിട്ടത് ഗീബത്തും നമീമത്തും ആണെന്ന് മൈക്കിൽ വന്ന് വിളമ്പണ്ട. അതുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക. എന്നാ പിന്നെ ഗീബത്തും നമീമത്തും ആവൂലല്ലോ. അതുകൊണ്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കുറിച്ചും അയാളുടെ കൂടെയുള്ള മറ്റു അരബി സഖാഫിയെ പോലെയുള്ള പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരെ കുറിച്ചും അവരുടെ തന്നെ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. അതിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇവിടെ പ്രസംഗിച്ച ഉസ്താദ് ഒരു കിതാബിന്റെ ഒരു പേജ് വായിക്കാൻ പാടില്ല. എന്നിട്ട് ഇങ്ങോട്ട് അറബി തിരിയോ? കിബിറിനൊക്കെ ഒരു അടിസ്ഥാനം അറബി തിരിയോടില്ല എന്നുള്ളത് ഉസ്താദിനെ പറഞ്ഞിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു, ഇവിടെ പ്രസംഗിച്ച ഉസ്താദ് ഒരു കിതാബിന്റെ ഒരു പേജ് വായിക്കാൻ പാടില്ല. എന്നിട്ട് ഇങ്ങോട്ട് അറബി തിരിയോ? കിബിറിനൊക്കെ ഒരു അടിസ്ഥാനം അറബി തിരിയോടില്ല എന്നുള്ളത് ഉസ്താദിനെ പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ, അവിടെ പങ്കെടുത്ത പ്രസംഗിച്ച കുല്ലുഹും അജ്മഉൻ ആരാണ് എന്ന് ഈ ക്ലാസ് റൂമിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ അറിഞ്ഞില്ലെങ്കിലും മറ്റേ 2 ക്ലാസ് റൂമിലുള്ള 2.5 ക്ലാസ് റൂം, ഇപ്പൊ അങ്ങനെയാണല്ലോ, ഇപ്പൊ 2.5 ക്ലാസ് റൂമാണ്. ഒരു 3-ാം ഗ്രൂപ്പിന് വേണ്ടിയുള്ള വാതിലടങ്ങാൻ തുറന്നു വെച്ചിരിക്കുന്നുണ്ട് താഴെ. പൂട്ടിയിട്ടും കൂടാത്തൊരു റൂം താഴുണ്ട്. ഒരു 3-ാം ഗ്രൂപ്പിനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്ന് അവർക്ക് തന്നെ അറിയായിരിക്കും. അപ്പൊ 2.5 ക്ലാസ് റൂമിലുള്ള ആളുകൾക്ക് എന്തായാലും ആ കുല്ലുഹും അജ്മഉൻ ആരാണെന്ന് നന്നായിട്ട് അറിയാം. അതിന്റെ ലീഡർ പൊന്മളയാണ്. അതിന്റെ നായിബ് അമീർ അലവി സഖാഫി കോത്തൂരാണ്. ബാക്കിയുള്ളവര് ഫുലാനുവിന് ഫുലാനാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്കേ ഓരോ പേര് അറിയുള്ളൂ, നമ്മളൊക്കെയാണ് കൂടുതൽ. ഈ കുല്ലുഹും അജ്മഉനായ ആളുകൾക്ക് ഹാഫിള് കുരുവട്ടൂര് ഹാഫിള് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഫുലാൻ എഴുതിയ കിതാബ്, ഹാഫിള് അബ്ദുൽ ഹക്കീം ആരാണ് എന്നറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. അയാൾക്ക് എത്രമാത്രം ഇൽമുണ്ടെന്നും ചെറിയ തോതിലൊക്കെ നമുക്കൊക്കെ അറിയാം. ഈ ഹാഫിള് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന വ്യക്തി അയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദർസിൽ നിന്ന് അയാളെ പുറത്താക്കുന്നത് ഏത് കാരണത്താലാണ് എന്ന് എസ്എസ്എഫ്കാർക്ക് അറിയില്ലെങ്കിലും നമ്മക്കറിയാം. കാരണം അല്ലാഹു തആല നമ്മളെ ഈ പണിയല്ലേ ഏൽപ്പിച്ചത്. അതുകൊണ്ട് നമുക്കിത് അറിയൽ നിർബന്ധമല്ലേ. കളവ് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം ഉസ്താദ് പൊന്മുണ്ടത്ത് നിന്നും തന്റെ ദർസിൽ നിന്നും ആട്ടിപ്പുറത്താക്കിയ വ്യക്തിയാണ് ഹാഫിള് കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം എന്ന് ഉറപ്പിച്ച് ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ പറയാണ്. നിഷേധിക്കാനിടുക ആൺകുട്ടികളുണ്ടെങ്കിൽ അപ്പൊ തെളിവുകൊണ്ട് തരും. ഇത് വിടുവായത്തം പറയല്ല, ഇത് SKICR അങ്ങനെയുള്ള ഹാഫിള് അബ്ദുൽ ഹക്കീം എഴുതിയ കിതാബ് വായിച്ച് അർത്ഥം വെക്കാൻ സാധിക്കില്ല പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക്. അലവി സഖാഫി കൊളത്തൂരിന് ഇനി നമ്മൾ പറയല്ലപ്പ, നിങ്ങൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ ഗീബത്ത് പറഞ്ഞു നുണ പറഞ്ഞു എന്നാണ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നിങ്ങൾ കൊണ്ടു നടന്ന സുന്നത്ത് ജമാഅത്തിന്റെ നട്ടല് എന്ന് വിശേഷിപ്പിച്ചിരുന്ന നൗഷാദ് അഹ്സിനിയാണ് ആവേശത്തോടുകൂടെ ഈ സത്യം തുറന്നു പറയുന്നത്. അതൊരു സത്യമായിരിക്കാം.
ആയിരിക്കട്ടെ. ഇത് ഞാൻ ചെറുതായിട്ട് പരിപാടി കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി തുടക്കത്തിൽ ഇട്ടതേ ഉള്ളൂ. നമ്മളെ പ്രധാനപ്പെട്ട വിഷയം അതൊന്നുമല്ല. ഇവിടെ ഞാൻ അടുത്ത ഒരു ക്ലിപ്പ് പ്ലാൻ ചെയ്യാൻ പോവാണ്. ഈ ക്ലിപ്പ് കേട്ട ശേഷം നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഞങ്ങളാണ്, മുഖാമുഖത്തിന്റെ ആളുകൾ ഞങ്ങളാണ്, വാദപ്രതിവാദത്തിന്റെ ആളുകൾ ഞങ്ങളാണ്, സമസ്തക്കാർ വഹാബികളെ കൂടെ ആക്കുന്നവരാണ് എന്ന പച്ചക്കളവ് പ്രചരിപ്പിച്ചിട്ടല്ലേ ഒരു 50% സാധാരണക്കാരായ ആളുകളെയെങ്കിലും നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ തളച്ചിടാൻ നിങ്ങൾക്ക് സാധിച്ചത്? നിങ്ങളുടെ മുഖാമുഖങ്ങളെ കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തലും നിങ്ങളുടെ ആളുകൾ തന്നെ ആ മുഖാമുഖത്തെ വിലയിരുത്തുന്ന ഒരു ക്ലിപ്പാണ് ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ കയറി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആളുകളൊന്ന് പരിചയപ്പെടുത്തണമല്ലോ. സ്വാഗത പ്രസംഗം നടത്തുമ്പോണ്ടല്ലോ ആൾക്കാരെ പരിചയപ്പെടുത്തരുത്. ആ ഒരു പരിചയപ്പെടുത്തലായിട്ട് കൂട്ടിയാൽ മതി. നിങ്ങൾ നടത്തിയ മുഖാമുഖത്തെക്കുറിച്ച് നിങ്ങളുടെ ആളുകളുടെ വിലയിരുത്തലാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തല്ല എന്നുള്ളൊരു പരാമർശത്തെ ഉന്നയിക്കുകയുണ്ടായി. അത് ആരോടാണ് എപ്പോഴാണ് പറഞ്ഞത് അതിന് വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ എന്താണ് ഉസ്താദ് പറഞ്ഞ ഒരു വിഷയമാണ്. ഉസ്താദ് ആളെ പേര് പറഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല. ആളെ ആരെ പറ്റിയാണ് പറഞ്ഞത്? ഒരുപാട് ശേഷന്മാരുള്ളതല്ലേ, ഓരോരുത്തരും ഓരോ വാദം പറയുകയാണ്. ആ വാദത്തെ കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത്. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഉസ്താദ് പുറത്ത് പോയല്ലോ. അതുവരെ നമുക്കത് അങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു. ഉസ്താദ് ആരെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഉസ്താദിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഉസ്താദ് ഹയാത്തിലുള്ള ആളാണല്ലോ, പിന്നെ ബാക്കി പറയട്ടെ. അതുകൊണ്ട് നമുക്കത് ചോദിച്ച് ഉറപ്പുവരുത്താവുന്നതായിരുന്നു. ഉസ്താദ് ആരെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഉസ്താദിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഉസ്താദ് ഹയാത്തിലുള്ള ആളാണല്ലോ, പിന്നെ ബാക്കി പറയട്ടെ. അതുകൊണ്ട് നമുക്കത് ചോദിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. വ്യക്തികളെ പേരും ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആരെ ഉദ്ദേശിച്ചാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. പറയാൻ ഉസ്താദ് നേരത്തെ ഈ പരിസരത്തുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. അതായത് മുത്തനബി റൗള ശരീഫ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തല്ല, അതല്ലാതെ കുറെ ദൂരത്താണ് എന്ന് ഒരു വ്യക്തി സൂചിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഉസ്താദിന്റെ അടിസ്ഥാനമായ കാര്യമാണ് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഏത് വ്യക്തിയെ കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് ഉസ്താദ് പറഞ്ഞത് ഉസ്താദിന് രേഖയില്ലാതെ പറയാൻ പറ്റുമോ? ഉസ്താദ് രേഖയില്ലാതെ പറയുമോ? അറിയില്ല. ഇതിപ്പോ ഉസ്താദിന്റെ പേര് ഞാൻ പറയാം, ഉസ്താദ് പറയേണ്ടത് എന്താ നിങ്ങളത് മനസ്സിലാക്കാത്ത? ഉസ്താദ് പറഞ്ഞ ഒരു കിതാബിലുള്ള ഒരു വിഷയമാണ് നമ്മൾ കാണിച്ചു തരാം. ഇത് നിലവിലുള്ള ഒരു സംഭവം പറഞ്ഞു കിതാബിലുണ്ടോ കാണിക്കാൻ പറ്റില്ല. നേരുണ്ടോ വെറുതെ വെച്ചപ്പോ മുമ്പിൽ പറഞ്ഞവരോട് അത് മറ്റാലോട് കുറ്റിയാടി പോയി ചോദിക്കാനോ? എന്ത് നിങ്ങളിങ്ങനെ അലപ്പതിച്ചു പോയത്? സുഹൃത്തുക്കളെ, ആ വോയിസ് ക്ലിയർ ഉണ്ടായിരുന്നോ? ആ വോയിസ് ക്ലിയർ ഉണ്ടായിരുന്നോ? ഓക്കെ. എന്തേ ഇത്ര അതപ്പതിച്ചു പോയത് എന്നാണ് നൗഷാദ് ഹസനി ചോദിക്കുന്നത്.
നൗഷാദ് ഹസനിക്ക് എന്തേ അതപ്പതിച്ചു പോയതെന്ന് പക്ഷെ അറിയില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾക്കറിയാം. ക്ലിയർ കുറവുണ്ട് അല്ലേ? അതെ അതെ, അതിന്റെ സ്റ്റീരിയോ മിക്സിന്റെ ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അത് തിരിഞ്ഞിട്ടില്ലേ? ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടോ? തിരിയാത്ത പ്രശ്നം ഉണ്ടായിരുന്നോ? ഓക്കെ. എന്തുകൊണ്ടാണ് ഇത് അതപ്പൊടിച്ചു പോയത്? അതായത് അലവി സഖാഫിയും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരൊക്കെ പങ്കെടുത്തൊരു വേദിയിൽ മുഖാമുഖമാണ്, സ്നേഹ സംവാദം. അതിൽ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് അലവി സഖാഫി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. അത് പൊന്മള ഉസ്താദ് പറഞ്ഞതല്ല, അത് മൂപ്പരോട് ചോദിക്കണം. ഇത് വഹാബിസത്തിലേക്കുള്ള കാൽവെപ്പാണ് എന്ന് ഞങ്ങൾ തീർത്തു പറയുകയാണ്. കാരണം ഈ ശൈലി വഹാബികൾക്കാണ്. ഓരോ ആളുകളും സ്വന്തം നിലപാടുകൾ പറയാം. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതോ ആ പറഞ്ഞ ആളോട് ചോദിക്കുക. ഇത് വഹാബിസത്തിന്റെ സമീപനമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ രീതിയല്ല. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ എന്നും ഇമാമിങ്ങൾ പറഞ്ഞതേ പറയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരാൾ പറഞ്ഞത് ഇന്ന് മറുപടി മറ്റൊരാൾക്കും പറയാവുന്നതാണ്. കാരണം കിതാബിലുള്ളതായിരിക്കും, ഇമാമിങ്ങൾ പറഞ്ഞതായിരിക്കും. ഇത് ഓരോ ആളുകളും സ്വന്തം മദ്ഹബ് അനുസരിച്ച് ഓരോന്ന് വിളിച്ചു പറയാം. ചോദ്യം വന്നാൽ മറുപടി പറയാൻ ആ ആളോട് അല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയാം. ഈ മുഖാമുഖ നാടകത്തെ തുറന്നു കാട്ടിയിട്ട് നൗഷാദ് ഹസനി അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തെത്ര അതപ്പതിച്ചു പോയി? നൗഷാദ് ഹസനി, നിങ്ങൾക്കറിയില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ എത്ര അതപ്പതിച്ചു പോയത്? നിങ്ങൾ കടിച്ചത് മഹാന്മാരായ ഉസ്താദുമാർക്കെതിരിലാണ്. അവസാനം നിങ്ങൾ കളിച്ചത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിലാണ്. അത് മാത്രമാണ് നിങ്ങളുടെ അധപ്പതനത്തിന്റെ കാരണം എന്ന് അലവി സഖാഫിയോടും പൊന്മളയോടും നൗഷാദ് ഹസനി അടക്കമുള്ളവരോടും നമ്മൾ വളരെ വിനയസ്വരത്തിൽ നിങ്ങൾക്ക് തിരുത്താം എന്ന നിലക്ക് നിങ്ങൾ ഉണർത്തുകയാണ്. അവിടെ നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്. ഇനി സുഹൃത്തുക്കളെ, മറ്റൊരു ചർച്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ശബ്ദം ക്ഷണിക്കുന്നത്. മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന വ്യാജ കേശങ്ങൾ, ആ കേശങ്ങൾക്ക് നബി തങ്ങളുടെ ഷഹറ മുബാറക്കുമായി ഒരു ബന്ധവുമില്ല. തങ്ങളുടെ ഒരു ഖുസൂസിയത്തും ആ മുടികൾക്ക് ഇല്ല എന്നത് എല്ലാവർക്കും അറിയാം. എല്ലാവരെക്കാളും ഉഷാറായിട്ട് ഏൽപ്പിക്കുകയാ. അതുകൊണ്ട് തന്നെ ചെരുപ്പിന് അനുസരിച്ച് കാൽ മുറിക്കുക എന്ന നയം സ്വീകരിച്ചുകൊണ്ട് AP അബൂബക്കർ മുസ്ലിയാരുടെ മൈക്ക് ആയ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ പൂർവകാലം മുതൽക്ക് തന്നെ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അവലംബിച്ചു പോന്നിരുന്ന നിഴൽ പരിശോധിച്ചു നോക്കുക എന്ന ശൈലി, അഥവാ അതിലേക്ക് ആരെങ്കിലും താല്പര്യപ്പെട്ടാൽ കള്ളി പൊളിയും എന്ന തിരിച്ചറിവ് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴലില്ലായിരുന്നു എന്ന ഖുസൂസിയത്ത്, തങ്ങളുടെ റാത്തിന്റെ ആ പ്രത്യേകത, അതിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് നിർലജ്ജം, നിർഭയം, ദുനിയാവിനോടുള്ള അമിത ഭ്രമം മാത്രം കൈമുതലാക്കിക്കൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിഴൽ ഉണ്ടാകാറുണ്ടായിരുന്നു എന്ന്. അത് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അവസരോചിതമായി ആ ക്ലിപ്പ് കയ്യിലുള്ള ആളുകൾ ഒന്ന് റൈസാൻ ചെയ്യണം. ആ ക്ലിപ്പ് കയ്യിലുള്ള ആള് ഒന്ന് റൈസ്. ഓക്കെ, ഷെരീഫ് 82 ആ ക്ലിപ്പ് നിങ്ങൾ കേൾക്കൂ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ പ്രസംഗിച്ചത്. അതിനുശേഷം രസകരമായൊരു ക്ലിപ്പാണ് നിങ്ങൾക്ക് കേൾക്കാനുള്ളത്. മൈക്രോവേസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും
ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നത് തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണല് കാനലായ അൽഅൽ അർദി, അത് ഭൂമിയിൽ പതിക്കാറില്ല. അതെന്തുകൊണ്ടാ? അതിന് കാരണം പറയുന്നുണ്ട്. എന്താണ് അതിന് കാരണം? അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ചവിട്ടിപ്പോവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണല് അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ചവിട്ടിപ്പോവും. അതുപോലെ തന്നെ ചിലപ്പോൾ മോശമായ സ്ഥലത്തായിപ്പോവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്തൊരു മൈലിയത്താണ്. അവിടുന്ന് ശംസിന്റെയും ഖമറിന്റെയും കീഴിൽ നടന്നു പോകുമ്പോൾ ആ സമയത്ത് തണൽ ഉണ്ടാകാറില്ല. എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരു നിലക്കും ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു നിഴലും ഉണ്ടാകാറില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് തഫ്സീറുൻ നസഫി. ആ തഫ്സീറുൻ നസഫി ഒരു സമയത്തുമില്ല എന്ന സുഹൃത്തുക്കളെ കേട്ടല്ലോ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, നിങ്ങൾ ഈ ചെയ്തത് സുന്നത്ത് ജമാഅത്തിനോട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ്. നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തുമായി ഒരു ബന്ധവുമില്ല. അധര വ്യായാമത്തിലൂടെയുള്ള ഉദരപൂരണമല്ലാത്ത ഒരു ലക്ഷ്യവും നിങ്ങൾക്കില്ല എന്നതിന്റെ വ്യക്തമായ നേർക്കാഴ്ചയാണ് ഞങ്ങൾ ഈ കേട്ടത്. കാരണം മഹാന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ കാലങ്ങളായി വിശദീകരിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്ത ഒരു വിഷയത്തെയാണ് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ ചവിട്ടിയടക്കാൻ ശ്രമിച്ചത്. സുഹൃത്തുക്കളെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിച്ചതിനെ കുറിച്ച് നമ്മൾ വിമർശിച്ചപ്പോൾ SKICRന്റെ മൈക്കിൽ വന്ന് നമ്മുടെ ആലിമീങ്ങളെ എത്ര ആളുകൾ ചീത്ത പറഞ്ഞു. ഗീബത്ത് പറയുന്ന ആളുകളാണ് നിങ്ങളെന്ന് പറഞ്ഞ് പലരും കല്ലെറിഞ്ഞു. ഗീബത്ത് റൂമാണെന്ന് പറഞ്ഞ് പരിശുദ്ധമായ KICRനെതിരെ പലരും ആരോപണങ്ങൾ ഉന്നയിച്ചു. നമ്മളതൊക്കെ ക്ഷമിച്ചു, സഹിച്ചു, ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി. കാരണം നമ്മുടെ വഴി അതാണ്. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കാരണം ഹക്കിന്റെ പാത എപ്പോഴും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതൊക്കെ നിർവ്യാജം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. ചരിത്രം ഇവരെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ തിരുവാക്കൊണ്ട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു ചാടിക്കുകയും സമുദായത്തെ കേൾപ്പിക്കാനുള്ള അവസരം നമുക്ക് ഒരുക്കി തരികയും ചെയ്തു. എന്താണ് പേരോട് ഈ പറഞ്ഞതിനെ കുറിച്ച് അവരുടെ തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നതിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പിന്നെ മുബാറക്കിന് തന്നെ ആളുണ്ടെന്ന് പറഞ്ഞു. അല്ല, മൊത്തം മുത്തനബിക്കാ പറഞ്ഞു. അതായത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില സമയത്ത് നേരിട്ട് അത് അവിടെ കിതാബിന്റെ ഉദ്ധരണി പറഞ്ഞിട്ടുണ്ട്. പേരുത്സവം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ അർത്ഥം വെച്ച് തെറ്റാണ്. കിതാബിലെ വല്ല ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല. ഉസ്താദ് സൈനബീവി മേല് കണ്ടു എന്നുള്ള സംഭവം അതിൽ പറയുന്നത്. പക്ഷെ അത് മേലല്ല സൈനബീവി കണ്ടത്, അത് ദൂരം വരുമ്പോൾ ആൾരൂപം കണ്ടു എന്നാണ് മേല് കണ്ടു അർത്ഥം. എത്രത്തോളം പ്രശ്നങ്ങൾ എത്തി ശ്രദ്ധിക്കുക. നമ്മളെപ്പോലത്തെ ആളുകൾ ഇപ്പൊ ആരെപ്പോഴാണ് എത്തുന്നത്? ഇപ്പൊ നിങ്ങൾ മൂന്നാള് പറയണ
ആക്കേണ്ടത്? അതല്ല, അത് കൃത്യമായി കണ്ടുകൊണ്ടാണ് മേല് കണ്ടുകൊണ്ടർത്ഥം. എത്രത്തോളം പ്രശ്നങ്ങൾ എത്തിയ സ്ഥിതിക്ക് നമ്മളെപ്പോലത്തെ ആളുകൾ ഇപ്പൊ ആരപ്പണം എത്തേണ്ടത്? ഇപ്പൊ നിങ്ങൾ മൂന്നാള് പറയണത് അതല്ല, അത് കൃത്യമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല ആരും ശബ്ദം ഉണ്ടാകരുത്. ശേഖന AP ഉസ്താദ് ഇപ്പൊ എല്ലാവരും തീർക്കണം. നിങ്ങൾ പറയാം, നിങ്ങളതിനെ ഇടപെട്ടിട്ട് നമ്മൾ തീർച്ചാ പോരെ. SSFകാരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ് സുഹൃത്തുക്കളെ ആ ക്ലിപ്പിലൂടെ നിങ്ങൾ കേട്ടത്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? ആരൊപ്പം ഞങ്ങൾ നിൽക്കേണ്ടത്? ഇങ്ങള് മൂന്നാളൊപ്പാ നിൽക്കേണ്ടത്? പൊന്മ ഒപ്പം നിൽക്കേണ്ടത്? അല്ല, എല്ലാ പീഡനങ്ങളും സഹിച്ച് AP ഉസ്താദിന്റെ ഒപ്പം തന്നെയാണ് ഇനിയും തുടരേണ്ടത് എന്ന ഈ കരച്ചിൽ അത് SSFകാരുടെ ഹൃദയത്തിൽ നിന്നുള്ള തേങ്ങലാണ്. നിങ്ങൾ കരയണം, നിങ്ങൾ കരയും. കാരണം നിങ്ങൾ കരയാൻ പാടില്ലാത്തവരുടെ കണ്ണു നിറച്ചവരാണ് നിങ്ങൾ നെഞ്ചത്തടിച്ച് കരയുന്ന ഭാവി ചരിത്രം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരള ജനത കൺകുളിർക്കെ കാണാൻ പോവുകയാണ്. നിങ്ങൾ കരയും. കാരണം എന്താ പറയുക? നിങ്ങൾ സുന്നത്ത് ജമാഅത്തിനെതിരെ നിങ്ങൾ കളിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിങ്ങൾക്ക് വേണ്ടത് തരുന്ന ചെയ്യും. സുഹൃത്തുക്കളെ, ഞങ്ങൾ ആരെ കൂടെ നിൽക്കേണ്ടതാണ്? ഇവിടെ നൗഷാദ് ഹസനി പറഞ്ഞത് കേട്ടോ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ പറഞ്ഞത് അർത്ഥം മാറ്റി പറഞ്ഞതാണ്. അല്ല സുഹൃത്തുക്കളെ, അർത്ഥം മാറ്റി പറഞ്ഞതാണ് എന്നും ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂരെ നിന്ന് ഒരാൾ വരുന്ന ആൾരൂപം കണ്ടു എന്നുമാണ് എന്ന് കാലങ്ങൾക്ക് മുമ്പ് KICR-ലൂടെ ഞങ്ങളുടെ ഉസ്താദുമാരെ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അന്ന് ഞങ്ങളുടെ ഉസ്താദുമാർക്കെതിരെ നിങ്ങൾ കുതിര കയറുകയായിരുന്നു. അതിനാണ് നിങ്ങൾ സമയം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നത്. ഇന്ന് നിങ്ങൾ ആദരിക്കുന്ന അന്ന് ഞങ്ങളുടെ ആലിമീങ്ങളുടെ നെഞ്ചത്തോടിക്കേറാൻ ശ്രമിച്ചവർ തന്നെ ആ സത്യം വിളിച്ചു പറയുകയാണ്. അതാണ് സത്യം എന്നും 17ന്റെ പ്രസരിപ്പോടുകൂടെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഇനി ഈ നിഴൽ ചർച്ചയുമായി ബന്ധപ്പെട്ട മറ്റു ചില ദീർഘമായ ഏകദേശം 8 മിനിറ്റ് 7 മിനിറ്റൊക്കെയുള്ള ക്ലിപ്പുകളിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇത് നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കണം. ഇടയിൽ ഞാൻ ഇടപെടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. നേരത്തെ പ്രസംഗിച്ച ആളെ ശിഷ്യൻ, ഉസ്താദില്ലാത്തതുകൊണ്ട് മറുപടി പറയില്ല എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ശിഷ്യൻ, അയാള് നിയലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. നല്ല ശരീരത്തിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ അടിയിൽ കൂടെ എങ്ങനെ പോവായിരിക്കും? അപ്പൊ ഞങ്ങളെ പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ടാൽ പിന്നെ ഞങ്ങൾ സർവ്വ നീന്തയും പിടിച്ചപ്പോഴും എപ്പോഴും മനസ്സിലാക്കണം. അപ്പോ പിന്നെ ചക്ക മുറിക്കുമ്പോ എന്തായാലും 2-3 കുലം കയ്യിൽപ്പെടും. നിങ്ങൾ മനസ്സിലാക്കി കാര്യമൊന്നുമില്ല. അപ്പോ സഹോദരങ്ങളെ, ശിഷ്യനോട് ചോദിച്ചു വേണ്ട റസൂലുള്ളാഹിക്ക് മേലുണ്ടോ? എന്തേ നിങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല? ഞങ്ങൾ ധൈര്യത്തോടെ പറയട്ടെ, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ജീവിതകാലത്തോ വഫാത്തിന് ശേഷമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സമയത്തും ഒരു സന്ദർഭത്തിലും ഒരു സ്ഥലത്തും മുത്തുനബിക്ക് നിയലുണ്ടായിട്ടേ ഇല്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. ഇന്ന് ഞങ്ങൾക്കിത് പറയാൻ പറ്റും. നിങ്ങളൊന്ന് സ്നേഹസംവാദത്തിൽ ഇങ്ങനൊന്ന് പറ. ഇവിടെ തന്നെ പറഞ്ഞപ്പോ അതിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അദ്ദേഹം നടത്തി. അത് ഞങ്ങൾ പിടികൂടുകയാണ്. ഞാനെന്ന് പറയട്ടെ, പഠിക്കാനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു
മുസ്ലിദിലുള്ള ഹദീസ് നിങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു നേരെ കാണാറുണ്ട്, ചിലപ്പോ കാണും ചിലപ്പോ കാണൂല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളാവും ധരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. എന്നാ പിന്നെ അതിന് ശരിക്കും വായിക്കണ്ടേ? അപ്പൊ നമുക്കത് അറിയാനുണ്ടോ ഇല്ലേ? എന്താണ് അതിന്റെ ഉദ്ദേശം? അത് നിങ്ങൾക്ക് വായിക്കാനും കഴിയുന്നില്ല. പിന്നെ ഒരാൾക്കിടെ പറയുന്നു ഈ മുബഹമാക്കി പറയേണ്ട ഒരു കാര്യമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളായാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ തീർത്ത് പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ നിഴല് ഭൂമിയിൽ പതിക്കുകയില്ല. ഈ ഭൂമി അശുദ്ധമാകുന്ന പലപ്പോഴും ആ അശുദ്ധന്മാരും നജസുകളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് റസൂലുള്ളാഹി തങ്ങളുടെ നിഴല് പതിക്കുക എന്നത് രണ്ടാമം പറഞ്ഞു. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ഇല്ല എന്ന് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത് ഉദ്ദേശിക്കുന്നത്. അവ്യക്തതയുണ്ടവിടെ. അതെന്താ? ഭൂമിയിൽ മ്ലേച്ഛമായ വസ്തുക്കൾ ഉണ്ടാകും, നജസുണ്ടാകും, അതുള്ള സ്ഥലത്ത് പതിച്ചിട്ടില്ല. അതാണ് അതിന്റെ കാരണം. അത് തിരുത്തിയിട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല എന്ന് പറയാനുള്ള കാരണം പഠിച്ചോ? എന്നതാണ്. അതിലെന്ത് മ്ലേച്ഛമായ സ്ഥലം, അതിലെന്ത് വൃത്തികെട്ട സ്ഥലം? പോയിത്തും പറയുന്നില്ലേ ഒരു അതിര്? തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി തിരുത്തിക്ക്, അതാ ശരി. അതിനെ ന്യായീകരിക്കാൻ മൂപ്പരോട് ഇടവെച്ചു കൊടുത്തതാ. പക്ഷേ പിടിക്കാൻ വിചാരിച്ചാൽ അതൊക്കെ പിടിക്കുമെന്ന് ഓർക്കണം. അപ്പൊ കള്ളശരീഅത്തിന്റെ മൂന്നാമത്തെ ഉദാഹരണം മുത്തുനബിക്ക് ഇടയ്ക്കിടെ നേരുണ്ടാകുമെന്ന വാദം ഇവിടെ കൊണ്ടുവന്നു. ഇനി പിടിച്ചോ അടുത്തത്. സുഹൃത്തുക്കളെ, ഇവിടെ ഞാനൊന്ന് ചെറുതായിട്ട് ഇടപെടുകയാണ്. അതായത് കള്ള ശരീഅത്താണ് പൊളിച്ചടക്കുന്നത് എന്നാണ് നൗഷാദ് അഹ്സനിയുടെ അവകാശവാദം. കള്ള ശരീഅത്തിന്റെ കൂട്ടത്തിൽ കള്ള ശരീഅത്തായിട്ട് അയാൾ എണ്ണിയ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നു എന്ന് പറയുന്ന വാദം കള്ള ശരീഅത്താണ് എന്നാണ്. ഞങ്ങൾ ആർജവത്തോടുകൂടെ ആണത്വത്തോടുകൂടെ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയുമോ? SSF-കാര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഖാഫികളെ, സഅദികളെ, അഹ്സനിമാരെ, നിങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയുമോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ആ വാദം നിങ്ങൾക്കുമുണ്ട് എന്ന്? അല്ല എങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ആ കള്ള ശരീഅത്ത് എന്ന് നൗഷാദ് അഹ്സനിയുടെ ഭാഷ കടമെടുത്താൽ, കള്ള ശരീഅത്ത് എന്ന് നൗഷാദ് അഹ്സനി പറഞ്ഞ ആ വാദം പേറി നടക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ സംഘടനാപരമായ ഒരു നടപടിയെടുക്കാൻ ആണത്തമുള്ള തന്റെ ഇടമുള്ള ഉമ്മ പ്രസവിച്ചവർ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഹയാത്തുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ പിരിച്ചുവിട്ടൂടെ? വായിൽ തോന്നിയതൊക്കെ കോടക്ക് വിളിച്ചു പാടാമെങ്കിൽ എന്തിനിങ്ങനെ ഒരു പ്രസ്ഥാനം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിങ്ങൾ കണ്ടു പഠിക്കൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രം നിങ്ങൾ നോക്കൂ. ഇന്നുമുള്ള വർത്തമാനകാല സാഹചര്യത്തിലുള്ള സമസ്തയുടെ നേതൃത്വത്തിന്റെ നിലപാടുകളും അവരുടെ നയങ്ങളും നിങ്ങൾ നോക്കൂ. അതാണ് സംഘടന, അതാണ് പ്രസ്ഥാനം, അതാണ് സുന്നത്ത് ജമാഅത്ത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, തന്റേതുണ്ടോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കൊണ്ടത് തിരുത്തിക്കാൻ? ഇന്ന് വരെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ തിരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആകാശത്തിന്റെ ചുവട്ടിൽ നിന്ന് എവിടെയെങ്കിലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ പ്രസ്താവ്യ തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സമുദായത്തെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് തന്റേതുണ്ടോ? ഇത് രണ്ടുമില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഹിജടകൾ എന്നേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അതിനേക്കാണ് പറ്റുന്ന ഭാഷ നിങ്ങൾക്ക് അനുയോജ്യമായത് ഇല്ല എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഇനി സുഹൃത്തുക്കളെ, നൗഷാദ് അഹ്സനിയോടൊരു ചെറിയ ഒരു വിഷയം. നൗഷാദ് അഹ്സനി, നൗഷാദ് അഹ്സനി ഇപ്പോ വലിയ വായിൽ അദ്ദേഹം അഭിമാനത്തോടുകൂടി വിളിച്ചു പറയാണ്, ഞങ്ങൾക്കിത് തുറന്ന് പറയാൻ കഴിയുമെന്ന്. എന്ന് മുതൽ നൗഷാദ് അഹ്സനി എന്ന് മുതൽ കഴിയും? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞില്ലായിരുന്നു എന്നതിന്റെ സൂചനയല്ലേ ഇന്ന് ഞങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയും എന്നതിന്റെ ധ്വനി? അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിങ്ങൾ മാറ്റിവെച്ച് നോക്കേണ്ടത്. ഞങ്ങൾ അന്നും ഇന്നും എന്നും എപ്പോഴും ഇപ്പോഴും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദമല്ലേ അത്? എന്തുകൊണ്ട്? മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളുടെ വാദം അതാണ്.
സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളുടെ പാതയിലുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്കത് എന്നും പറയാൻ സാധിച്ചിരുന്നു. നിങ്ങൾക്ക് ഇന്നേ പറയാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള തന്റെ ഇടമുണ്ടാക്കി തന്നതിൽ ഞങ്ങളുടെ ആലിമീങ്ങൾക്കും പ്രത്യേകിച്ച് SKICR-നും പങ്കില്ല എന്ന് നിങ്ങൾക്ക് തീർത്ത് പറയാൻ പറ്റുമോ? തീർച്ചയായും നിങ്ങൾ അതിൽ പങ്കുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് നമ്മുടെ പരസ്യത്തിന്റെ വാചകത്തിനിടയിൽ SKICR-ന്റെ ആദർശ മുന്നേറ്റം എന്ന ഹെഡിങ് അഭിമാനത്തോടുകൂടെ നമ്മൾ എഴുതി ചേർക്കാൻ കാരണം. സുഹൃത്തുക്കൾ, ഇതിന്റെ ബാക്കി ഭാഗം കൂടെ കേൾക്കും. ശരീഅത്തിന്റെ ഉദാഹരണം അത് വലിയ ഉസ്താദ് നേരത്തെ പറഞ്ഞ വലിയ ഉസ്താദ് തന്നെ ആയിക്കോട്ടെ. മൂപ്പരോട് ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം കത്തുമോ? ഞങ്ങളുടെ നിയമം അവിടെയും ഞങ്ങൾ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശമെന്നല്ല, മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവിനെ കത്തിക്കാൻ പവറുള്ള ഒരു തീ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇല്ല, എവിടെയില്ല, ഹയാത്ത് കാലത്തില്ല, ഹയാത്തിന് ശേഷമില്ല. ഇത് സുന്നത്ത് ജമാഅത്താണ്. ഒരാൾ പറയാ ഇട്ടാൽ കത്തും വീണാൽ കത്തില്ല. എന്താപ്പത്? ഇട്ടാലും കത്തില്ല, വീണാലും കത്തില്ല. നീ ഏത് ഇബാറത്താണോ അതിന് വായിച്ചത് അതേ ഇബാറത്താ ഞങ്ങൾക്ക് തെളിവ്. പക്ഷേ തെളിവ് പോരാ, അർത്ഥം പഠിക്കുന്നത് പോലെ പഠിക്കണം. അപ്പോ ഒരു ചങ്ങാതി അദ്ദേഹം ചോദിക്കുന്നതും ഇവിടെ പ്രസംഗിച്ച എന്റെ നാട്ടുകാരനായ അതിന്റെ പരിസരത്തുള്ള മറുപടികളൊന്നും കേട്ടു. അല്ലാതെ ഉറപ്പിക്കാൻ കാരണം പിന്നെ ഏറ്റുസ്താദ് അടക്കം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്ക് കത്തൂലാന്ന് ഏറ്റുസ്താദ് അടക്കം പറഞ്ഞു. ഏറ്റുസ്താദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല തിരികേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ല എന്നല്ല. ഞാനത് റസൂലുള്ളാഹിന്റെ പേരിൽ പാർട്ടി ഓടിയിട്ട് തന്നെ ഞാൻ കത്തിച്ചു, അത് കത്തി. എന്നാ ഏറ്റുസ്താദ് ആ പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ യോജിക്കണില്ല. കാരണം കത്തൂലാണ് റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്താണ്. പിന്നെ അത് വഫാത്തിന് ശേഷം അത് പറയാറില്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അത് നിലനിൽക്കില്ല. റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിന്ന് ഖിയാമ് വരെ നിൽക്കണം. മജ്ലിസിൽ ഖുർആൻ മാത്രമേ ഉള്ളൂ. അപ്പോ സഹോദരങ്ങളെ അവിടെ പിടിക്കുക. ഏത് ഇപ്പൊ പറഞ്ഞേട്ടോ, ചോദിക്കാളെ കുറിച്ചോ കത്തിച്ച സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും ഞങ്ങളെ കൊണ്ട് തുറപ്പിക്കണ്ട. അത് തുറന്നാൽ ഇതിലേറെ അപകടമാണ്. അത് അങ്ങോട്ട് പോകുന്നില്ല, അത് അവിടെ ഇരിക്കട്ടെ. സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ അതേ ഹുക്മ് തന്നെയാണ് അവിടുത്തെ വഫാത്തിന്റെ ശേഷവും. അപ്പോ ഷഹർ മുബാറക്ക് കത്തുമോ എന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി? അത് കത്തിയേക്കാം, കത്തൂല എന്ന് പറഞ്ഞത് ഹയാത്ത് കാലത്താണ്. എന്നിട്ടൊരു മറുപടി, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ നിന്ന് ബാക്കി നിൽക്കുന്നത് ഖുർആൻ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ മുജാഹിദുകളും മറ്റാളുകളൊക്കെ ആഘോഷിച്ചു, ഇസ്തിഗാസ മുറിഞ്ഞു, മുഅ്ജിസത്ത് ഖുർആനല്ലാത്തതൊക്കെ നശിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഇസ്തിഗാസ? ഞങ്ങളവിടെ മാന്യത പാലിച്ചു. എന്താ വലിച്ചറിയൂ? ഈ ഒരു ക്ലിപ്പ് കേട്ടപ്പോ ഞങ്ങളത് വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ വിശദീകരണം അറിയണം. കാരണം ഞങ്ങൾ ഹക്കായതേ പറയാൻ പറ്റുന്ന നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തിയെ ഞങ്ങൾ നേരിട്ട് വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ, ഖുർആനല്ലാത്ത മുഅ്ജിസത്ത് മുറിയുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടേതായ ഒരു സംസാരം കേട്ടു, എന്താണ് ഉസ്താദേ അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞു, ആ വിശദീകരണം നമുക്കിടാം. ആ വിശദീകരണക്കാർ നിൽക്കട്ടെ. ഓരിപ്പോ എത്ര വിശദീകരിച്ചാലും നമ്മൾ വിശദീകരിച്ചത് കേട്ടുള്ള വിശദീകരണേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. കാരണം നമ്മളത് മുമ്പേ പറഞ്ഞതല്ലേ, ജിഷാനും പൊന്മളയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ച ഈ സംഭാഷണം പുറത്തു വന്ന അന്ന് SKICR പിടികൂടിയിട്ടില്ലേ? അന്ന് ഞങ്ങൾ ഇവിടെ ആ ക്ലിപ്പിട്ട് സംസാരിച്ചപ്പോൾ ഇറച്ചി റൂമെന്ന് ആവേശത്തോടുകൂടെ കീബോർഡ് തകർത്തുകൊണ്ട് ടെക്സ്റ്റ് അടിച്ചു പോയ SSFകാരില്ലേ? എവിടെ പോയി നിങ്ങളുടെ നെഞ്ചുറപ്പൊക്കെ? ഇന്ന് നിങ്ങളുടെ ആളുകൾ തന്നെ ആ ക്ലിപ്പിടാൻ തുടങ്ങി. ഇത് ഇടാൻ പറ്റിയ ക്ലിപ്പാണെന്ന് നിങ്ങൾക്ക് വൈകി ഉദിച്ചു, ഞങ്ങൾക്കത് നേരത്തെ മനസ്സിലായിരുന്നു. മാത്രല്ല, വഹാബിസമാണ് പറഞ്ഞത് എന്ന് നൗഷാദ് ഹൈസനി തീർത്തു പറയുകയുണ്ടായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് ഖുർആൻ അല്ലാത്ത മുഅ്ജിസത്തൊന്നും നിലനിൽക്കില്ല എന്ന് പൊന്മള പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ 2 ക്ലാസ് റൂമുകളും നിരന്തരമായി മണിക്കൂറുകൾ ചെലവഴിച്ച് ഓൺലൈൻ മല്ലമാർ കരുത്തോടുകൂടെ രംഗത്ത് വന്നു പലതും വിളിച്ചു പുലമ്പി അല്ലേ? അത് സ്ഥാപിക്കാൻ വേണ്ടി, ബാത്തിലിനെ സ്ഥാപിക്കാൻ വേണ്ടി, അതിന് പൂവിട്ടുകൊണ്ട് ഫ്ലവർ ഇട്ടുകൊണ്ട് ഓശാന പാടിയ SSFന്റെ സാധാരണ പ്രവർത്തകർ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചോ? ആർക്കാണ് നിങ്ങൾ പിന്തുണ കൊടുത്തത്? എന്തിനാണ് നിങ്ങൾ പ്രേരണ കൊടുത്തത്? സുന്നത്ത് ജമാഅത്തിനെ നെടുക പുലർത്താൻ വേണ്ടി, സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വേണ്ടി നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളൊരു ഫ്ലവർ ഇട്ട് കൊടുത്തെങ്കിലും സഹായിച്ചെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ നിങ്ങളൊരു മറുപടി പറയേണ്ടി വരും. ഒരു സംശയം അദ്ദേഹത്തിനില്ല. അള്ളാഹു തആല കാക്കട്ടെ. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഖുർആൻ അല്ലാത്തതൊന്നും നിലനിൽക്കില്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവരുടെ ക്ലാസ് റൂമിൽ മണിക്കൂറുകളും ദിവസങ്ങളും ചെലവഴിച്ചിട്ടില്ലേ? അത് ചോദിക്കാൻ ചില നമ്മുടെ പ്രവർത്തകരെ പരിഹസിച്ചുകൊണ്ടും കൊഞ്ഞനം കുത്തിക്കൊണ്ടും ഡോട്ടിട്ടുകൊണ്ടും ഇവർ പീഡിപ്പിച്ചിട്ടില്ലേ? അതിനുള്ള തിക്തഫലമാണ് ഇന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത്. പൊന്മടയും ജിഷാനും തമ്മിൽ സംസാരിച്ച ആ ക്ലിപ്പിട്ടത് നിങ്ങളുടെ പാളയത്തിൽ തന്നെയുള്ള നൗഷാദ് അഹ്സനിയാണ്, ഞങ്ങളല്ല. ഞങ്ങളതും ഇടുമ്പോഴല്ലേ അത് ഇറച്ചി തീറ്റയാവുള്ളൂ. നിങ്ങളിട്ടാ പിന്നെ അത് വൈക്കോല് തീറ്റയല്ലേ ആവുള്ളൂ. അതുകൊണ്ട് അവിടെ തന്നെ കിടക്കട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ഇടിച്ചത്. അതുകൊണ്ട് അത് വൈക്കോലല്ലേ ആവുള്ളൂ. നമ്മളൊന്നും അത് വിടുമ്പല്ലേ അത് ഇറച്ചിയാവുള്ളൂ. അപ്പൊ സുഹൃത്തുക്കൾ, ഇതിന്റെ ബാക്കി ഭാഗം കൂടെ നിങ്ങൾക്ക് കേൾക്കാം. സുന്നത്ത് ജമാഅത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ പ്രസ്താവനയും അവരുടെ പ്രഖ്യാപനവും എത്രമാത്രം സുതാര്യവും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതാണെന്ന് തിരിച്ചറിയാൻ ഈ ആധുനിക വർത്തമാനകാല സാഹചര്യത്തിൽ വളർന്നു വന്ന യുവാക്കൾക്ക് ഇതൊരു പാഠമാണ്, അവസരമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചതില്ലേ? വൈകിട്ടെങ്കിലും അവർക്ക് വിവേകമുദിച്ചപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളുടെ ആലിമീങ്ങൾ പറഞ്ഞ വഴിയിലേക്ക് അവർ മടങ്ങി വരേണ്ടി വരികയാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. തബ്ലീഗ് ജമാഅത്തിനെതിരെ തീരുമാനമെടുത്തപ്പോൾ ചില ആളുകൾ കൊമ്പുകുലുക്കി. പക്ഷേ പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ തീരുമാനത്തിലേക്ക് അവർക്ക് മടങ്ങി വരേണ്ടി വന്നു. ഇത് ചരിത്രത്തിൽ മുമ്പ് നടന്നിട്ടുള്ള തന്നെയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇതിന്റെ ബാക്കി ഭാഗം കൂടെ നിങ്ങൾ കേൾക്കുക. അത് മനസ്സിലായി. പിന്നെ വിഷയം പറഞ്ഞല്ലോ, മനസ്സിലായി. ഞങ്ങൾ ഒന്നുകൂടി ആ 3 വിഷയം അതിനെ ഞങ്ങൾ ഓരോരുത്തർ പറയണല്ല. ഞങ്ങളെ പണി മുത്തുനബിക്ക് നേരിണ്ട് വരാൻ പറഞ്ഞ ഓൻ കള്ള ശരീഅത്താണ്. അതാ വാദം. അതിനെ എതിർക്കണ്ടേ? അത് മനസ്സിലായി. പിന്നെ വിഷയം പറഞ്ഞല്ലോ, മനസ്സിലായി. ഞങ്ങൾ ഒന്നുകൂടി ആ 3 വിഷയം അതിനെ ഞങ്ങൾ ഓരോരുത്തർ പറയണല്ല. ഞങ്ങളെ പണി മുത്തുനബിക്ക് നേരിണ്ട് വരാൻ പറഞ്ഞ ഓൻ കള്ള ശരീഅത്താണ്. അതാ വാദം. അതിനാളിൽ എല്ലാരും അതാളാണ് നോക്കുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ നമ്മളുടെ നിലപാട് അത് കൊണ്ടാക്കി കൊടുക്കണം. നമ്മളെ ചോദ്യം ചെയ്ത ആളുകൾ, ചോദ്യം ചോദിച്ച ആളുകൾ ഒരു പോയിക്കോട്ടെ, ആരും കൂടണ്ട. ചോദ്യം ചോദിക്കലേക്ക് സമ്മതം കൊടുത്തല്ലേ? പറഞ്ഞോളൂ. മൈക്കോണല്ലേ? എനിക്ക് ചോദിക്കാനല്ലേ ആദിൽ ഉസ്താദ് എന്താണ് ചോദ്യം ചോദിക്കാനുള്ള ആള് ചോദിക്കൂ. ചോദ്യം ചോദിക്കാൻ ഒഴിവല്ലോ, നിങ്ങൾ ചോദിക്കേ. ഹലോ, ചോദ്യം. ആദിൽ ഉസ്താദ്
സുഹൃത്തുക്കളെ, അതൊരു സാധാരണക്കാരന്റെ ചോദ്യം, അത്ര പ്രസക്തമായ ചോദ്യമല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, കള്ള ശരീഅത്ത് എന്ന് നൗഷാദ് ഹസൻ വിശദീകരിക്കുന്നത് നിങ്ങൾ നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടെന്ന് പറയുന്നത് കള്ള ശരീഅത്താണ് എന്നാ പറഞ്ഞത്. നിഴലുണ്ട് എന്ന് പറയുന്നവൻ കള്ള ശരീഅത്തിന്റെ വക്താവാണെന്നാ പറഞ്ഞത്. കേരളത്തിൽ അങ്ങനെ പറഞ്ഞത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ഈ വിഷയത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ആരും താക്കീത് ചെയ്തതായിട്ട് അറിയില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തിരുത്തിയതായും അറിയില്ല. തിരുത്താത്തത് കൊണ്ട് തന്നെ ഇന്നും അയാൾ ആ നിലപാടിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദുമാരെന്ന് അവകാശപ്പെട്ട് നെളിഞ്ഞിരിക്കുന്ന ആളുകൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ഈ വിഷയത്തിൽ താക്കീത് ചെയ്യുകയോ തിരുത്തിപ്പിക്കുകയോ ചെയ്യാത്തത് കാരണം, അല്ലെങ്കിൽ അവർ വിശദീകരണം നൽകാത്തത് കാരണം അവർക്കും ആ നിലപാടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരികയാണ്. മാത്രമല്ല, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും അവർ തുനിഞ്ഞില്ല എന്നത് പരോക്ഷമായെങ്കിലും അവർ ഈ വാദത്തെ അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. എങ്കിൽ പിന്നെ കാന്തകൂടാരം എന്ന് പറയുന്നത് ശരീഅത്തിൽ തിരിമറി നടത്തിയ, ശരീഅത്തിൽ വ്യാജം ചേർത്ത, ശരീഅത്തിൽ മായം ചേർത്ത ഒരു വിഭാഗമാണ് എന്ന് തുറന്ന് പറയേണ്ടി വരികയാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങൾ പറയുന്നു. ആരെ നിങ്ങളോട് റസൂലുള്ളാഹിനോട് കഴിക്കാൻ പറഞ്ഞത്? വേണ്ടാത്ത പണിക്ക് പോകാൻ ആരെ പറഞ്ഞു? വായും പല്ലും നാവും ഉണ്ടെന്ന് കരുതി എന്തെങ്കിലും വിളിച്ചു പറയല, ആർക്കും എന്തും വിളിച്ചു പറയാം. എന്നിട്ട് അതൊക്കെ ദീനിന്റെ അക്കൗണ്ടിലേക്കും സുന്നത്ത് ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കും ഇടുക. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ നേർരേഖയിൽ സഞ്ചരിക്കുന്ന SKSSFന്റെ ചുണക്കുട്ടികളുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം സമ്മതിക്കില്ല എന്നേ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ക്ലിപ്പുകൾ ഈ വിഷയത്തിൽ ഇനി ഇവിടെ പ്ലേ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ അതിലേക്ക് കടക്കാം. ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. ദിവസങ്ങളോളം വെച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ഇതിന്റെ ബാക്കി ക്ലിപ്പുകൾ നമ്മുടെ ക്ലാസ് റൂമിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാവുന്നതാണ്. സദാ ജാഗരൂകരായി എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാനിവിടെ ഒരു വിഷയം കൂടെ പറയാണ്. നൗഷാദ് അഹ്സനിയോട് ഞാൻ സ്നേഹത്തോടുകൂടെ ഉണർത്തുകയാണ്. നൗഷാദ് അഹ്സനി, ബൈലക്സിൽ നമ്മൾ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യമാണ് നേരിൽ കണ്ടത്. നിങ്ങൾക്ക് മാറ്റം വന്നു, നിങ്ങൾ നന്നാവാൻ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ മാനസികമായി സന്തോഷത്തോടുകൂടെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിങ്ങളുടെ നാട്ടിൽ വെച്ച് ഒതുക്കുമേലിൽ വെച്ച് നേരിൽ കാണുന്നത്. വളരെ സൗഹാർദ്ദത്തോടുകൂടെയാണ് നമ്മൾ അന്ന് പിരിഞ്ഞത്, വളരെ സന്തോഷത്തോടുകൂടെ. ഇപ്പോഴും നിങ്ങളോട് സ്നേഹത്തിന്റെ അംശം ബാക്കി നിൽക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ്. കാരണം ഈ പ്രസംഗങ്ങളിലുടനീളം നൗഷാദ് അഹ്സനിയുടെ വായ കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾക്കെതിരിൽ ഒരു അപശബ്ദം പുറപ്പെടുന്നതായിട്ടും പുറപ്പെടുവിക്കുന്നതായിട്ടും കേൾക്കാൻ വളരെ ശ്രദ്ധിച്ചിട്ടും സാധിച്ചിട്ടില്ല എന്നത് നൗഷാദ് അഹ്സനിയുടെ ഹൃദയത്തിൽ നിന്ന് ഹിദായത്തിന്റെ വെളിച്ചം പാടെ കെട്ടടങ്ങിയിട്ടില്ല എന്നതിന്റെ ഒരു ശുഭസൂചനയാണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ കാര്യത്തിൽ എന്ന നിലയ്ക്ക് നിങ്ങളോട് ഇപ്പോഴും ചെറിയൊരു സ്നേഹം അവശേഷിക്കുന്നുണ്ട്. നിങ്ങളത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നൗഷാദ് അഹ്സനി, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടു കൂടെ പറയാം, നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ഫുലാനുണ്ടല്ലോ, പൊന്മുണ്ടത്ത് നിന്ന് തന്റെ ഗുരുനാഥനെതിരെ കഴിച്ചതിന്റെ പേരിൽ ഗുരുനാഥനെതിരെ ശിഷ്യഗണങ്ങളുടെ ഇടയിൽ മെസ്സേജ് സെൻഡ് ചെയ്ത് ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച, അതും നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു പണ്ഡിതൻ, ഒരുപാട് കിതാബുകൾ എഴുതിയ ഒരു പണ്ഡിതൻ, ഒരു പാവപ്പെട്ട ഒരു അള്ളാഹുവിന്റെ വജീഹിലായി ജീവിക്കുന്ന ഒരു മഹാപാവമൂല്യര്, ഒരു പണ്ഡിതൻ. ആ പണ്ഡിതന്റെ മുന്നിൽ കിതാബോധാൻ പോയി ഇരുന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആ ഉസ്താദിനെതിരെ ശിഷ്യന്മാരുടെ ഇടയിൽ ഫിത്നയുണ്ടാക്കി അക്കാരണത്താൽ തന്നെ ദർസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആ സമദ് അൻവരി എന്ന് പറയുന്ന സാധനത്തെ നിങ്ങളുടെ കൂടെ കൊണ്ടു നടന്നാൽ മൂസ നബിയുടെ കൂടെ ഹിളർ നബിന്റെ കൂടെ മൂസ നബി കൂടെ അനുഭവം അല്ല നിങ്ങൾക്ക് ഉണ്ടാവുക. ഞാൻ നിങ്ങളുടെ ഭാഷയിലാണ് പറയുന്നത്. പിന്നെ അബൂജഹലിന്റെ കൂടെ ഇബ്ലീസ് കൂടിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക് എന്ന് പറയേണ്ടി വരികയാണ്.
നിങ്ങൾ അയാളെ കൊണ്ട് പെടും. കാരണം എന്താണെന്നറിയോ? ആ ചങ്ങായി സമദ് അൻവരി എന്ന് പറയുന്ന ഫുലാൻ ഓൻ എപ്പോഴും ഒരു ദേഷ്യമുണ്ട് സമസ്തനോട്. എന്താ കാരണം എന്നറിയോ? ഒരിക്കൽ ചാനൽ ചർച്ച നടന്നിരുന്നു ഈ മുടി വിവാദത്തിന്റെ തുടക്കത്തിൽ. ചാനൽ ചർച്ചയിൽ ഈ സാധു ആരൊക്കെയോ വണ്ടി കയറ്റിക്കൊണ്ട് അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. എത്ര പ്രഗത്ഭർ അവിടെ ഉണ്ട്, ഒരാരും ആ വഴിക്ക് വന്നില്ല. കാരണം എന്താ? കഴുത്ത് വെച്ചുകൊടുക്കാൻ നല്ലത് ഇതിൻ്റെതാണ്, അത് മുറിഞ്ഞാലും വലിയ കേടൊന്നുമില്ല എല്ലാവർക്കും. അപ്പോ ഈ കഴുത്ത് കൊണ്ടുപോയി വെച്ചു കൊടുത്തു, വെപ്പിച്ചു പലരും. ആരൊക്കെ വണ്ടി കയറ്റി ഇത് ഭയങ്കര സംഭവമാണ് മാങ്ങാത്തൊലി എന്ന് പറഞ്ഞു, ഇത് മാങ്ങാത്തൊലി എന്ന് വെച്ച് പോയിരുന്നു. ആ ചാനൽ ചർച്ചയിൽ കേരളീയ ജനതയുടെ മുമ്പിൽ പാടെ നാണം കെട്ടി പോരേണ്ടി വന്ന ഈർഷ്യത ഈ സമദ് അൻവരി എന്ന് പറഞ്ഞ സാധനത്തിന് ഇപ്പോഴും മാറിയിട്ടില്ല. അയാൾക്കത് മാറണമെങ്കിൽ അയാളെ സംസം വെള്ളത്തിൽ 7 വട്ടം കുളിപ്പിക്കേണ്ടി വരും, എന്നാലും കുറച്ച് ബാക്കി ഉണ്ടാവും. കാരണം അത്രയും വഷളായിട്ടുണ്ടാക്കി അയാൾക്ക് ആ ഒരു പക ഇപ്പോഴും സമസ്തയോടുണ്ട്. എന്നിട്ട് നിങ്ങൾ നടത്തുന്ന ഈ പരിപാടിയിൽ ചാൻസ് കിട്ടുമ്പോഴൊക്കെ അയാൾ സമസ്തയുടെ നേരെ കുതിര കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നൗഷാദ് ഹസനി താക്കീദിന്റെ സ്വരത്തിൽ ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് SKSS അറിയാം, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സമസ്തയുടെ ആലിമീങ്ങളെ അറിയാം, വന്യരായ സൈനുൽ ഉലമയെയും വന്യരായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പാണ്ഡിത്യവും അവരുടെ ലാളിത്യവും കണ്ട് ഇവരെ കുറിച്ചാണല്ലോ ഞാൻ ആരോപണം പറഞ്ഞു നടന്നിരുന്നത് എന്ന കുറ്റബോധത്താൽ നിന്ന് ഏങ്ങിക്കരഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമസ്തയെയും ആലിമീങ്ങളെയും അറിയാം. അതുകൊണ്ട് ഈ സമദ് അൻവരിയെ നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ സമദ് അൻവരി എങ്ങാനും ഇത്തരം പരിപാടിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേരെ അവന്റെ വൃത്തികെട്ട നാവ് ഉപയോഗിക്കാൻ തുനിഞ്ഞാൽ ഞങ്ങൾ അതിശക്തമായി നിങ്ങളെ നേരിടുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂല. അപ്പൊ നിൽക്കുന്ന സ്റ്റാൻഡും കൂടി ഞങ്ങൾ പഠിക്കും. അതിൽ നിൽക്കുന്ന ആയും തന്നെ ഇതൊരു താക്കീതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അനുസരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോ അത് ഞാൻ ഈ ഇടയിലൊന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഇവൻ അങ്ങനെ ചില പരാമർശം നടക്കുന്നുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്ന ക്ലിപ്പ് അതിന്റെ ഭാഗ. ഇതില് വലിയ രസകരമായ സംഭവമുണ്ട്. ഒരു ചോദ്യത്തിന് മറുപടി പറയാണ്. ഈ ചോദ്യത്തിന്റെ മറുപടി ഇതിൽ നൗഷാദ് ഹസനിയും കൂടി ഇത് ഭാഗവാക്കാണ്. കാരണം ഫിഖ്ഹിയായ ഈ മസ്അല ഏത് ഫുഖഹ ആണ്, അവരുടെ ഏത് ഗ്രന്ഥത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന് പറയേണ്ട ബാധ്യത നൗഷാദ് ഹസനിക്കും ഈ സമദ് അൻവരി എന്ന് പറയുന്ന ഫുലാനുണ്ട്. നിങ്ങൾ നടത്തുന്ന പരിപാടിയിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങൾ നടത്തുന്ന പരിപാടി വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ നടത്താൻ. നിങ്ങൾ കള്ള ശരീഅത്തിനെതിരെ എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ പൊന്മളയുടെയും പേരോടിനെ പോലെയുള്ള ശരീഅത്തിന്റെ ഉള്ളിലെ ഇത്തിക്കണ്ണികളായ പല ആളുകളെയും നിങ്ങൾ അവരുടെ തൊലിയുരിഞ്ഞ് കാണിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കാരണം അവരത് അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിന്റെ ഇടയിൽ നിങ്ങളുടെ സംസാരത്തിൽ ശരീഅത്തിനെതിരെ അറിയാതെയെങ്കിലും നിങ്ങളുടെയും അതിക്രമം നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന ക്ലിപ്പ് അതിന്റെ ഭാഗമാണ്. ഒരു കുട്ടിയുടെ ചോദ്യം ഒരു വലിയ ഒരാൾക്ക് അസ്സലാമലൈക്കും. സൽമാൻ അതിൽ സ്റ്റഡീസ് ചെയ്താണ്. പക്ഷെ അത് പ്രത്യേകിച്ച് വരും. ഒന്നാമത് സ്റ്റീരിയോ മിക്സും മൈക്കും മാറ്റിലൊക്കെ തന്നെ വൈറസിന് പ്രോബ്ലം വരും. ക്ലിപ്പിട്ട് സഹായിക്കാൻ ആരില്ലല്ലോ. ഏതായാലും സൽമാൻ നല്ല ഹോംവർക്ക് ചെയ്തുകൊണ്ട് ആണ് വിഷയം അവതരിപ്പിക്കുന്നത്. ഇനിയെങ്കിലും ഈ SFന്റെ ആളുകളുടെ പാവമായിട്ട് ഇരുന്ന് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
ഈ അവസരം നിങ്ങൾ സത്യം മനസ്സിലാക്കാൻ ഉൾപ്പെടുത്തണം. പിന്നെ പാവങ്ങളൊരവസ്ഥ ആലോചിച്ച് നോക്കണം. പൊന്മളിനെ തള്ളാനും വെച്ച കൊള്ളാനും വെച്ച. സമസ്തയെ പിളർത്തിയ അതേ മനുഷ്യൻ ഇന്ന് അതേ പിളർപ്പ് കൊണ്ട്, പിളർപ്പൊന്നും വന്നിട്ടില്ല, ചെറുതായിട്ടൊരു ഇറങ്ങിപ്പോക്കിനാൽ വഴിയിറക്കി. ഇപ്പൊ അതേ മനുഷ്യന് അതേ ദുരനുഭവം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണം. കാന്തപുരത്തിന്റെ ഒരു ഗതികൾ ആലോചിച്ച് നോക്കണം. എന്തെല്ലാം ശരീരത്തിന് വിരുദ്ധം പൊന്മള പറഞ്ഞാൽ അയാളെ പുറത്താക്കാൻ പറ്റില്ല. പുറത്താക്കിയാൽ ക്ലിപ്പ് പുറത്തിറങ്ങും, വലിയ ക്ലിപ്പ്. 74 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞത്. അപ്പൊ ഈ വയസ്സ് കാലത്ത് ഇപ്പൊ ഞാൻ ക്ലിപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ആകമാനം കെടും. വാളെടുത്തവൻ വാളാൽ. അതെ, അതാണ് സത്യം. സമുദായത്തിൽ ഭിന്നിപ്പും, മഹല്ലിലെ പ്രശ്നങ്ങള്, വീട്ടില് കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നം ഈ ഒരു മനുഷ്യൻ കാരണം ഉണ്ടായി അല്ലെ? എത്ര ഐക്യത്തിലേന്ന് നമ്മളെ കുടുംബങ്ങളും നാടുകളിലും ഒരു പ്രശ്നമില്ല. ഒരു മദ്രസ, ഒരു പള്ളി. വഹാബികളെ വേറെ രീതി നോക്കാം. ഈ ഒരു മനുഷ്യന്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം അനുഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ തന്നെ മസാല കണ്ടച്ചോളി. മയ്യത്ത് കാണാതായാല് കടലിൽ വിമാന ആക്സിഡന്റ് ആയി മയ്യത്ത് കിട്ടാഞ്ഞാൽ അത് വലിയാവുമോ, ആ ജാരം കെട്ടാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പൊ തന്നെ പോയി ചോദിച്ച് മസാല കണ്ടെടുത്തോളി. വിദൂരത്തല്ലാത്ത ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ആളില്ല ജാറങ്ങളൊക്കെ പൊന്തും. മർക്കസിൽ സ്ഥലം ഒഴിഞ്ഞെടുക്കുകയുള്ളൂ. ഏതായാലും എം കെ അബ്ദുള്ള സാഹിബ് അതുപോലെ അൻവർ ഉസ്താദ് കൈമുക്കി കാണുന്നുണ്ട്. മൈക്കിനായിരിക്കും എന്ന് വിചാരിക്കുന്നു. മൈക്ക് വേണോ? എം കെ അബ്ദുള്ള ഷംസു ഉസ്താദിന് മൈക്ക് വേണോ? മൈക്ക് വേണമെങ്കിൽ പൂടാ, അല്ലെങ്കിൽ എസ് അടിച്ചാൽ മതി. കാരണം എം കെ എമ്മൊക്കെ അതിന് ഡി സി ആയിട്ടാണ് കൈവക്കല്. സൽമാൻ അദുൽസ്ത ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഷംസു 33 ID നാട്ടിൽ നിന്നാണ്. അതൊക്കെ ചിലപ്പോ മൂപ്പര ശിഷ്യത്തിൽ കൈ പൊന്തിനുണ്ടാവുള്ളൂ. അപ്പൊ താത്തി നാട്ട് പട്ടാമ്പി എന്നുള്ള അനുവദിത്താത്. ഇൻഷാ അല്ലാഹ് നാളെയും ഒക്കെ നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗം തുടരും. നാളെ തിങ്കളാഴ്ച രാത്രി ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവിന് ശേഷം തന്നെ ചർച്ച തുടരും. പുതിയ പുതിയ ഓരോ വിഷയങ്ങൾ ഒരുപാടുണ്ട് സൽമാൻ അദുൽസ്താന്റെ അടുത്ത്. സൽമാൻ അദുൽ ഓൺലൈൻ ക്ലാസ് റൂമിൽ കയറാൻ പറ്റുന്നില്ല. ഇപ്പോ ഓൺലൈനിൽ വന്നിട്ട് ഓക്കെ ഉസ്താദ് മൈക്ക് കയറുക. ആ താഴെ ഹുസൈൻ കാമിൽ ഓമച്ചപ്പ ഉണ്ട്. ഞങ്ങൾ വെല്ലുവിളി വിളിച്ചിരുന്നു, അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഹുസൈൻ കാമിൽ ഓമച്ചപ്പ ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോ ചോദിച്ചാണ്. ഉണ്ടെങ്കിൽ മൈക്കിൽ കയറി. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഏത് ഭാഗം വരെ നിങ്ങൾ കേട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സുഹൃത്തുക്കളെ, ഒരു മസ്അല പറയുന്നത് ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഈ അൻവരിയാണത് പറയുന്നത്. ഈ അൻവരിൽ പറഞ്ഞിട്ട് ഓനതേ പറയുള്ളൂ, ഓനതേ പറയാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സമസ്തക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് ഓനൊന്ന് കയറാൻ നോക്കുന്നുണ്ട്. ഈ ഇരുത്തേണ്ട അടുത്ത് ഞങ്ങൾ ഇരുത്തന്നെ ചെയ്യും. ഒരു സംശയക്കാര്യത്തില ഇൻഷാ അല്ലാഹ് കാത്തിരുന്നോ. നൗഷാദ് അഹ്സനോട് വീണ്ടും പറയാണ്, ഈ ചങ്ങായി നിങ്ങളെ കൂടെ കൊണ്ടുവന്നാൽ നാറിയവനെ പേറിയാൽ പേറിയവനും നാറും എന്ന പഴമൊഴി നിങ്ങൾ മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. മറന്നിട്ട് ഒരാൾ ചായ കുടിച്ച് നിൽക്കുന്ന റമദാന്റെ ഭാഗത്ത് നോമ്പുടിയോ ഇല്ലല്ലോ, കുടിയില്ല. അതിന് റസൂൽ തന്നെ കാരണം പറഞ്ഞ ഹദീസിലുണ്ട്,
അള്ളാണോ അവന്റെ വസനം കൊടുത്തത്? കണ്ടോ, സാധാരണ വസനം തരുന്ന ആരാ? പടച്ചോൻ തന്നെയല്ലേ. സാധാരണ വസനം തരുന്നത് ഇതൊരു മറലുണ്ടാക്കിയൊരു ഔദ്യോഗിക തരം. അത് പടച്ചോന് റസൂൽ പറഞ്ഞാണ് അള്ളാന്റെ ഔലിയാക്കൾ തരുമ്പോൾ അത് അള്ള തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആ ഹദീസിന്റെ ഭാഗം നോക്കിയാൽ തന്നെ ഇന്നമാ മറന്നു നോർത്ത് ഒത്തിനൊക്കെയുള്ള മസലയാണ്. മറന്നു നോർത്ത് ഇന്നമാത്ര നമുക്കുള്ള. അപ്പൊ അള്ളാഹ്ക്കും വേണ്ടി പോയി ഓന്റെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കിട്ടാനായിട്ട് നിധിയില്ല. ഔലിയാക്കൾ തരുന്ന ഓടെ കയ്യിലാണോ കാലിയാണോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അതിനെ കുറിച്ച് പറയാം. എന്റെ ചോദ്യം പൂർത്തിയാക്കാണ്. ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആ വീട്ടിന്റെ ആവശ്യമില്ല. അല്ല, മുറിയുന്നൊരു കേൾവിയുണ്ട്. ആ കേൾവിക്കായിട്ട് ഒരു വലിയ വെള്ളം കൊടുത്താൽ അവന്റെ നോമ്പ് മുറിയുന്നു. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹ് വിട്ടുകൂടി. അപ്പൊ യക്കീനുള്ള ആൾക്ക് അള്ളാഹ് വിട്ടു. ഒരു ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. അവന്റെ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാൾ ഉഷാറ്. അതിനും തെക്കുബീർ ഈ തെക്കുബീർ ചൊല്ലിയ മരങ്ങോടന്മാർക്ക് അറിയോ ഈ ചങ്ങായി പറഞ്ഞത് എന്താണുള്ളത്? എന്താ ചെയ്യാ, തെക്കുബീറിനെല്ലാം വീണ് കൊണ്ടേയിരിക്കതല്ലേ. ഞങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കള്ള ശരീഅത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് പൊന്മളയുടെയും പേരോടിന്റെയും അലവി സഖാഫിയുടെയും ശരീഅത്തിൽ സുന്നത്ത് ജമാഅത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞതും എഴുതിയതും എടുത്തു കാട്ടി പോസ്റ്റ്മോർട്ടം ചെയ്യലിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. അത് ശ്ലാഘനീയമാണ്, അവരത് അർഹിക്കുന്നതുമാണ്. പക്ഷേ കൂട്ടത്തിൽ നിങ്ങൾ ഇവിടെ ശരീഅത്തിന്റെ ഒരു ഹുക്മിനെ പച്ചയായി പിച്ചു ചീന്തിയ ദാരുണ കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇത് അബ്ദുസ്സമദ് അൻവരിയോടാണ്. കാരണം ഈ മറുപടി പറഞ്ഞത് നൗഷാദ് ഹസനി അല്ല. അതുകൊണ്ടാണ് ഞാൻ നൗഷാദ് ഹസനി നിങ്ങളോട് പറഞ്ഞത് ഈ ചങ്ങാരങ്ങളെ കൂടെ കൊണ്ടുവന്നാൽ ഇവനവനെ ഉസ്താദിനെ എത്തിക്കളിച്ച് ഉസ്താദ് ആട്ടി വിട്ടാളാ. ഇവനതിന് നിങ്ങൾ കൂടെ കൊണ്ടുവരണോ നന്നാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളും കൂടി ഓന്റെ മാതിരിയാകെ ചെയ്യുള്ളൂ. വഷളാകാൻ നിൽക്കണ്ട. ആ ഗുരുത്തക്കേടോട് തന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കെതിരെ കുതിര കയറാൻ ഇടയ്ക്കിടയ്ക്കും ചാൻസ് കിട്ടുമോ നോക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഒരു വലിയ റമളാനിൽ അല്ലെങ്കിൽ ഒരു നോമ്പ് നോറ്റ ഒരാൾക്ക്, സ്വാഇമായ ഒരാൾക്ക് ഒരു വലിയ അയാളുടെ നോമ്പിന്റെ അവസ്ഥയിൽ വെള്ളം കൊടുത്താൽ ആ വെള്ളം കുടിച്ചാൽ നോമ്പുകാരന്റെ നോമ്പ് മുറിയുകയില്ല. മുറിയാത്ത കാരണത്താൽ തന്നെ ആ നോമ്പ് അയാൾ ഖളാ വീട്ടേണ്ടതും ഇല്ല എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മുതൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വരെയുള്ള ലോകത്ത് ശാഫിഈ ഫിഖ്ഹിലെ അറിയപ്പെട്ട ഫുഖഹാക്കളുടെയും മുജ്തഹിദുകളുടെയും കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇമാമ് ഏതെങ്കിലും ഒരു ഫഖീഹ് തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് തെളിയിക്കാൻ ഈ സമദ് അൻവരിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഏറ്റെടുത്തോ? കുറച്ചു കാര്യമേ ബാക്കിയുള്ളൂ, അതും കൂടെ കളയും ഞങ്ങള്. ഏറ്റെടുക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ധൈര്യം താഴ്ത്തെങ്കിലും. നൗഷാദ് ഹസനി വേണമെങ്കിൽ ഇയാളെ പിന്താങ്ങുന്ന ആളല്ലേ, നൗഷാദ് ഹസനി ഏറ്റെടുത്തോളി. ഇങ്ങനൊരു മസാല ഒരു നോമ്പുകാരന് ഒരാൾക്ക് വലിയ അതിനെന്താ കാരണം? സുബ്ഹാനല്ലാഹ്, എന്താ കാരണം പറഞ്ഞത്? അതിനെന്താ കാരണം പറഞ്ഞത്? أي مثل ذلك في المطالب هرغلا. لا സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുദ്സിയായ ഹദീസിനെ 2 വരി ബൈത്തിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തി. ഈ ഹദീസ് എടുത്തിട്ടാ പറയുന്നത് എന്ത്? അല്ലാഹു തആല വലിയന്റെ കയ്യും കാലും ഒക്കെ ആകും, അതുകൊണ്ട് ആ കൈ കൊണ്ട് തരുന്ന വെള്ളം അള്ള തരും പോലെയാണ്.
മറന്നൊരാള് നോമ്പ് മറ്റൊരാൾ മറന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞത് അത് അള്ളാഹ് കൊടുത്തതാണ്, അള്ളാഹ് തീറ്റിച്ചതാണ്. അതുപോലെ തന്നെയാണ് വലിയ വെള്ളം കൊടുത്താലും. എന്നാ സമദ് അൻവരിയുടെ സ്വന്തം ആ കുഞ്ഞുതലയിൽ ഉദിച്ച ഈ ഗവേഷണം ലോകത്ത് മുൻഗാമികളായ ഏതെങ്കിലും ഇമാമുമാർ അവരുടെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയെടുക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ പിൻവലിക്കണം. ഞങ്ങളെ എല്ലാ കള്ളന്മാരും പിടികൂടുന്ന പണി ഞങ്ങൾക്ക്. കാരണം എന്താ കള്ളന്മാരല്ലാത്തവരെ ഞങ്ങളേ ഉള്ളൂ. അവ പിന്നെ എല്ലാരും പിടിക്കേണ്ടി വരികയാണ്, ഞങ്ങളെല്ലാരും പിടികൂടേണ്ടി വരികയാണ്. നൗഷാദ് അഹ്സനി, ഞാൻ നിങ്ങളോട് വീണ്ടും പറയണം, ഇയാൾ നിങ്ങൾ കൂടെ കൊണ്ടെടുക്കണ്ട, നിങ്ങൾ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇറങ്ങി. ഇയാൾ നിങ്ങളെ തലവേദനയായി മാറും. ഇയാൾ നിങ്ങളെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും. ഇയാൾ നിങ്ങളെ ഒന്നും അല്ലാതെയാക്കും. കാരണം എന്താ അറിയോ, ഇവൻ ഗുരുത്തല്ലാത്തവനാ. ഇവൻ ഓന്റെ ഉസ്താദിനെതിരെ ആ ശിഷ്യന്മാരെ കൂട്ടി പടയൊരുക്കം നടത്താൻ ശ്രമിച്ചത് പുറത്താക്കിയപ്പെട്ടവനാ. എങ്ങനെ നിങ്ങൾക്ക് ഓനെ കൊണ്ടിറക്കാൻ കഴിയുക? നിങ്ങളെന്താ ഈ കുരുത്തം കെട്ടവരൊക്കെ പോയി കിടക്കുന്നത്? എനിക്കറിയാൻ മനസ്സിലാകാത്തത്. ഇതിനവരൊക്കെ പോയി കിടക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നോ, ഇവനെ നിങ്ങൾ കൂടെ കൂട്ടിയ അല്ലെങ്കിൽ ആ സദസ്സിലോടൊപ്പം കൊണ്ടിരുന്ന മൈക്ക് കൊടുക്കരുത് ചങ്ങാതിന്റെ വായിലേക്ക്. ഇപ്പം അബദ്ധം വിളിച്ചവരുള്ളൂ. കാരണം എന്താ അറിയോ, സമസ്തക്കെതിരെ കുതിര കയറാൻ നോക്കുന്നുണ്ട്. സമസ്തക്കെതിരെ നാവ് ചരിച്ചവരുടെ നാവൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കെട്ടിയിട്ടിട്ടുണ്ട്. കാരണം എന്താ അറിയോ, 60ാം വാർഷിക സമ്മേളനത്തിൽ വന്യരായ ശൈഖുനയുടെ ഒരു പരാമർശമുണ്ട്, സിംഹഗർജനം. എടോ, ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ നേതൃത്വം നൽകുന്ന സംഘടനയാണ്. ഇതിൽ ചാരപ്പണിയെടുക്കുന്നവരെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ പിടിച്ചു പുറത്താക്കുമെന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഔലിയാക്കൾ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാന സമസ്ത ഇതിനെതിരെ നാക്ക് ചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നാക്ക് ഒന്നും അല്ലാതെയാക്കും. പേരോടിന്റെ നാവ് എവിടെ പോയി? തെളിവുകളൊക്കെ എവിടെ പോയി? അബദ്ധങ്ങളുടെ മേൽ അബദ്ധം, വീണ്ടും അബദ്ധം, വീണ്ടും അബദ്ധം. അതന്നെ പേരോടിന്റെ നാവ് എവിടെ പോയി? പൊന്മയുടെ നാവ്, അലവി സഖാഫിയുടെ നാവ്, എല്ലാം ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. അവസാനം സമദ് അൻവരിയുടെ നാവും. ഇവൻ സമസ്തക്കെതിരെ കുതിര കയറുന്നൊരു ഭാഗമുണ്ട്, അത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചുതരാം. അതിന്റെ അടിയിലോ സമസ്ത ഒന്ന് കയറാൻ നോക്കിയതാണ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം കൂടെ കേൾപ്പിച്ചിട്ട് നമുക്ക് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. സ്വന്തം വിശുദ്ധരാവല്ലേ? ശരിയായിട്ടുള്ളത് ഇത് മംഗലത്താണ്. ഇവിടെ ഈ കള്ള ശരിയായിട്ട് എന്ന് പറഞ്ഞു, നിങ്ങൾ തന്നെ ഈ കള്ള ശരിയായിട്ട് എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ താരീഫിൽ നിങ്ങൾ പറഞ്ഞു തൻവീറുൽ ഖുലൂബിലെ ഒരു താരീഫ് നിങ്ങൾ ഉദ്ധരിച്ചു. അതുപോലെയാണ് യൽ മഅ്മൂറാത്തുല്ലത്തി അമറല്ലാഹു ബിഹാ വൽ മൻഹിയാത്തുല്ലത്തി നഹല്ലാഹു അൻഹാ. ഈ മൂന്നും കൂടിയിട്ടാണല്ലോ ഈ ശരിയായിട്ടുള്ളത്. ഇതിലേതാണ്, എന്തിനെയാണ് കള്ള ശരീഅത്തിന്റെ ആളുകൾ എതിർക്കുന്നത്? എങ്ങനെ ശരീഅത്തിന്റെ നിർവചനം പറഞ്ഞപ്പോ 3 കൂടിയതാണ് ശരീഅത്ത് എന്ന് പറഞ്ഞു. ഈ 3 കൂടിയാൽ മാത്രമാണ് ശരീഅത്ത് എന്ന് പറഞ്ഞപ്പോ ഈ 3 ഏതിനെയാണ് ഇവിടെയുള്ള കള്ള ശരീഅത്ത് എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ആളുകൾ എതിർത്തിട്ടുള്ളത്? എതിർക്കുമ്പോഴാണല്ലോ അവർ കള്ള ശരീഅത്താവുക, കള്ളന്മാരാവുക. കള്ളന്മാരാണല്ലോ അവർ ശരീഅത്തിനല്ല കള്ളത്തെഴുതികൾ ശരീഅത്ത് പറയുക. ഇതിലേതിനെയാണ് അവർ കള്ള ശരീഅത്തായി, ഏതൊന്നിനെയാണ് അവർ എതിർത്തിട്ടുള്ളത്? തസൗഫിനെയാണോ അല്ലെങ്കിൽ അല്ലാഹു കൽപ്പിക്കപ്പെട്ട മറ്റു കാര്യങ്ങളെയാണോ? മനസ്സിലായി. നിങ്ങളിപ്പോ എവിടെ വന്നു? അല്ല, നിങ്ങളെ ചോദ്യം നമ്പർ ഒന്നായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതല്ലേ പറഞ്ഞു. തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട്, പക്ഷേ പറഞ്ഞതിൽ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. സാറില്ല. അതായത്
ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മൂപ്പയ്ക്ക് മാത്രം അവ്യക്തത വന്നു എന്നാ പറഞ്ഞത്. ശരിയാത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ഉദാഹരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയെ കുറിച്ചുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആരംഭ റസൂലിന്റെ ദാത്തിനെ കുറിച്ചുള്ള വിശ്വാസം. അവിടത്തേക്ക് നീര് ഉണ്ടായിട്ടില്ല എന്ന്, ഒരിക്കലും നീരുണ്ടായിട്ടില്ല എന്ന് പൂർവ്വകാലത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോലും എതിര് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായിട്ട് ശരീഅത്തിന്റെ കോലം ധരിച്ച ചില ആൾക്കാർ പറയുമ്പോൾ അത് കള്ള ശരീഅത്തിന് ഒരു ഉദാഹരണമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാകുമ്പോ അയാൾ കൊടുത്താലും ഇങ്ങോട്ട് ചോദിച്ചോ, അവിടെ പിന്നെ സമയം ഈ എന്ത് ആരാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിതാബിന്റെ അടിസ്ഥാനത്തിലല്ലാതെ എന്തെങ്കിലും ഉദാഹരണമുണ്ട്. അല്ലല്ല, കള്ളശരീരത്തിൽ എന്ന് നിങ്ങൾ ആരെയാണ് പറയുന്നത് പറയാം. നിങ്ങൾ ഉസ്താദടക്കമുള്ള ഈ ഉസ്താദിനെയാണോ ആ സത്തയാണോ കള്ളശരീരത്ത് എന്ന് പറയുന്നത്? അതോ ഉസ്താദിനെ മാത്രമാണോ കള്ളശരീരത്ത് എന്ന് പറയുന്നത്? അതായത് ഔലിയാക്കളെ എതിർത്തോലെ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അല്ലാത്തവരെ വൈക്കൊടുത്ത് ഞാനും പറഞ്ഞു തരാം. ആര് ചോദ്യം മനസ്സിലായില്ലേ? ഏതാ കള്ള ശരീരത്തിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞേ. അതായത് നിങ്ങൾ ചോദിച്ചത് വിശ്വാസപരമായിട്ടാണോ, ഫിഖ്ഹിലാണോ, തസവുഫിലാണോ? അത് വ്യത്യസ്തമായ രൂപത്തിലാണ് കള്ള ശരീരത്തുള്ളത്. ചിലർക്ക് വിശ്വാസത്തിൽ തന്നെ പ്രശ്നമുണ്ട്. ഓരോ കള്ള ശരീരത്ത് അതാ പറഞ്ഞു. ഓരോരുത്തരും നമ്മൾ പറഞ്ഞു. അപ്പൊ മുജാഹിദിന്റെ വിശ്വാസം കള്ള ശരീരത്ത് ഈ ഉസ്താദിന് മാത്രം എനിക്ക് വാദില്ലല്ലോ. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമിയ, ഈ ഉസ്താദിനുള്ള കള്ള തരീഖത്തുള്ളതാണ് ചോദിച്ചത്. ആ ഉസ്താദിനുള്ള കള്ള തരീഖത്തുള്ളത് ഒന്ന്, കള്ള ശരീരത്തുള്ളത് ഒന്ന് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെയ്യല് അത് ചില കാല സമയത്തുണ്ടാവും, അല്ലെങ്കിൽ വഫാത്തിന് ശേഷം ഉണ്ടാവില്ല എന്നുള്ള വാദമാണ് ഒരു കള്ള ശരീരത്ത്. പിന്നെ ഈ പറഞ്ഞ കുത്തുബുൽ ശൈഖുൽ കുത്തുബുൽ ആലം അല്ല എന്നതാണ് വേറൊരു ശരീരത്ത്. അതൊന്നുമല്ല, ഒരുപാടുണ്ട്. പിന്നെ മേലുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് കള്ള ശരീരത്തുണ്ട്. പിന്നെ അതിന്റെ പുറമെ ഈ പച്ച നുണ പറഞ്ഞുകൊണ്ടുള്ളതാണ് ഏറ്റവും വലിയ കള്ള ശരീരത്ത്. ഏതാ പച്ച നുണ? കേട്ടോ, ഇവിടെ പറഞ്ഞു റൗദ 1500 കിലോമീറ്റർ ദൂരെയാണെന്ന് പറഞ്ഞു. കള്ള ശരീരത്ത്. രണ്ട്, ബേജാറാകലി കള്ള ശരീരത്ത് പോകും. അതാണ് രണ്ട്. രണ്ടാമത്തെ കള്ള ശരീരത്ത് ഉസ്താദ് അവരുകളെ കുതിര ഇവിടെ വന്നതാണ് എന്ന് പറഞ്ഞു. കള്ള ശരീരം, കളവ്, കള്ള ശരീരം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഉസ്താദിനെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചും നുണ പറഞ്ഞതാണ് ഒരു വലിയ കള്ള ശരീരം. ഇതൊക്കെ മുജാഹിദിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. മുജാഹിദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്താന്ന് പറഞ്ഞു, കള്ള ശരീഅത്താണ്. തസവുഫ്, അതിൽ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ വ്യക്തമായി നമ്മൾ വിശദീകരിച്ചു. കള്ള ശരീഅത്തിന്റെ ഉദാഹരണങ്ങൾ കൃത്യമായി ഞങ്ങളുടെ നമ്പറിട്ട് കേൾപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ആ മുമ്പ് ചോദിച്ചോട്ടെ, നമ്മൾ ഉത്തരം പറയണം. മൈക്കേ കൊടുത്തേ, പിന്നെന്താ കൊടുത്തതിന് നോക്കൂ. നിങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. നിങ്ങൾക്കെതിരെ ഇവിടെ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കും, ഞങ്ങൾ മറുപടി പറയും. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കെതിരെ ഒരു നുണ പറഞ്ഞതാ പറഞ്ഞത്. അത് എന്നിട്ട് അതൊന്ന് കുതിരന്റെ വിഷയം ഇതൊന്നും രണ്ടല്ല, ശരീഅത്തിനെതിരായ ഒന്ന് ശരീഅത്തിനെതിരായ ഒന്ന് ഞാൻ പറഞ്ഞു. മുത്തുനബി തങ്ങൾക്ക് മേലുണ്ട് എന്ന വാദം. ചോദിക്കട്ടെ, ചോദിക്കേ, മറുപടി പറയും. ചോദിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ മൈക്ക് കൊടുക്കും, കൃത്യമായി ചോദിക്കും. കൊടുക്കും. പിന്നെ അതിനു വേണ്ടിയല്ലേ നമ്മുടെ പരിപാടി. ചോദിക്കട്ടെ, മൂപ്പർ ചോദിക്കുന്നത് ഉസ്താദേ, മൂപ്പർ ഇപ്പൊ ചോദിച്ചെന്താ അറിയോ, നിയറിന്റെ വിഷയത്തിൽ അവർക്ക് എനിക്ക് സംശയമുണ്ട്, ഞാൻ ചോദിക്കാം, എനിക്ക് ചോദിക്കാറോ. മൂപ്പർ ഇപ്പൊ പറഞ്ഞത് നിയറിന്റെ വിഷയത്തിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഉസ്താദ് പറഞ്ഞത് എന്നാണ്. ആ വിഷയമാണ് മൂപ്പർ. അപ്പൊ ശരീരത്തിനെതിരാണോ കള്ളശരീരം? മൂപ്പർ മറുപടി
അതാണ് ശരി. ഇനി പറയും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ശരീഅത്തിന് എതിരായ ഒരു വിഷയമാണെന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾ പറഞ്ഞു ഇന്ന് വരെ ആരും പറയാത്ത ഒരു വിഷയം ഈ വ്യക്തി, ഏതൊരു വ്യക്തി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വ്യക്തി ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആ മുടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഏത് കിതാബാണെന്ന് ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതാണ്. ഇത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഒരിക്കലുമല്ല, അല്ല, മുത്തുനബിക്ക് നേരില്ല എന്നതാണ് അടിസ്ഥാനം. അതാണ് ഒന്നാമത്തെ കള്ള ശരീഅത്ത്. ഇടപെടരുത്. അങ്ങനെ ഇടപെട്ടാലോ ഞങ്ങൾ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ പറയണം. മൂപ്പര് പറയട്ടെ. നമ്മള് നല്ല നിലയിൽ പരിപാടി നടത്തി. ഈ പരിപാടിയുടെ ലാസ്റ്റ് അയാൾ പറഞ്ഞു എന്ത് നെയ്യലുണ്ട് എന്ന് നബി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ചില ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സുഹൃത്ത് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാനെന്ത് അങ്ങനെ ഒരു കിതാബിലും ഇല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല നൽകണേ. നമ്മക്കിതിൽ എന്ത് വാശിൽ എങ്ങനെ കള്ള ശരീഅത്ത് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആരോപിച്ച് പറഞ്ഞു എന്നല്ല. കേട്ടോളൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരില്ല എന്നത് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി കൃത്യമായി തന്നെ അവിടുത്തെ അൽ മിനഹുൽ മക്കിയയിൽ വലാ മില്ലലഹു വലം യകുൽ ലഹു ദില്ലുൻ അസ്ലൻ തീരെ ഇല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഉണ്ട് എന്ന് കിതാബിന്റെ അടിസ്ഥാനത്തിലല്ലേ പറഞ്ഞത്? അല്ല, അങ്ങനെ ഒരു കിതാബിലും ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ തിരുത്തും. കിതാബിലില്ലാത്തൊരു വിഷയം സമസ്തയുടെ ആധികാരിക ഒരു പണ്ഡിതൻ പറയുമ്പോ അത് മൊത്തം ഒരു സമസ്തയുടെ 40 അംഗം നേതാക്കന്മാരും അത് കേട്ടിരിക്കല് അവരെന്താ പൊട്ടന്മാരൊന്നല്ലല്ലോ. കാരണം കിതാബിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു വിഷയം പറയുമ്പോ കിതാബിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു വിഷയം പറയുമ്പോ അത് പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് സമസ്തയുടെ ഏതെങ്കിലും നേതാക്കന്മാർ അതൊക്കെ ഏതെങ്കിലും ഉസ്താദുമാർ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? അയാൾ മാന്യായിട്ട് ചോദിക്കണം, മാന്യായിട്ട് മറുപടി. ഒരു പ്രശ്നമില്ല. അയാൾ പറഞ്ഞ വിഷയം എന്താ അറിയപ്പങ്ങള്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇടയ്ക്ക് നെയ്യലുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ മറ്റുള്ളവർ അത് പറയൂലേ? അത് അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞങ്ങൾ പറയുന്നത് ഇനി ആര് പറഞ്ഞാലും അതിൽ ആരുമൊന്നുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഏറ്റവും വലിയ ആൾ. മുത്തുനബിക്ക് ചില സമയത്ത് നെയ്യലുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ ആ വാദം തെറ്റാണ്. അതിന് ഒരു കിതാബിന്റെയും പിൻബലം ഇല്ല. നിങ്ങൾ കേട്ടതെന്ന് വെച്ചാല് ഉസ്താദ് ആ പറഞ്ഞ ആള് ഈ വാദം പറയുമ്പോ അതിനെന്തെങ്കിലും ഉണ്ടാവില്ലേ? ഇല്ല. നിങ്ങളോട് ഞാൻ ഒന്ന് ഒരു അപേക്ഷ പറയാണ്. ഉസ്താദിനോട് നമ്മളൊക്കെ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഒറ്റ വിഷയത്തിൽ അറിയണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നെയ്യലുണ്ട് ഏതെങ്കിലും ഒരു സമയത്തുണ്ട് അല്ല മുത്തുനബിക്കന്നെ ചില സമയത്തുണ്ട് എന്നാണ് കുറ്റ്യാടി പേരോട് സാർ പറഞ്ഞത്. അപ്പോ ആ പറഞ്ഞതിനെയാണ് അല്ല എനിക്ക് കിട്ടേണ്ട പറഞ്ഞതാ. അതായത് ഞാനിതിന് മാറേണ്ടി എന്താ അറിയുള്ളൂ ഇന്ന് വരെ, അതായത് കാന്തപുരം ഉസ്താദ് ആയിക്കോട്ടെ, ഉസ്താദ് ആയിക്കോട്ടെ, അതായത് ഈ പറഞ്ഞ ഉലമാക്കൾ പേരോട് ഉസ്താദ് പറയുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ആലിമീങ്ങളോ അല്ലെങ്കിൽ നമ്മളെ കുറച്ചു മുമ്പ് ഒക്കെ ഉസ്താദ് അങ്ങനത്തെ ആലിമീങ്ങളുണ്ട്, അത് കഴിഞ്ഞ് ഇബ്നു ഹജറിനെ പോലുള്ള ആൾ, അത് പറഞ്ഞതിന് മുകളിലുള്ള ആൾ, ഇവരാരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ആലിമ് മുത്തുനബിക്ക് ചില സമയത്തെങ്കിലും നേരുണ്ടായിരുന്നു എന്നൊന്ന് പറഞ്ഞു ഒറ്റ കിതാബുകൾ കാണിച്ചാൽ ഞാൻ തൗബ ചെയ്ത് നടക്കും. പക്ഷെ അങ്ങനെ ഇല്ല. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇല്ല പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞോളി. അമാനത്ത് വേണട്ടോ. ഇങ്ങോട്ടും പൂർണ്ണ അമാനത്ത് നിങ്ങളൊന്നും ചെയ്യും. നിങ്ങൾ പറഞ്ഞോളി. നിങ്ങളൊക്കെ നമ്മളാളല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് പറഞ്ഞോളി. പറയൂ.
ഈ ഞായലുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ഉസ്താദ് പറഞ്ഞപ്പോ അതാരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പോഴും ആരും എതിർത്തില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു എന്നാ അവര് പറയണ്ടേ. അപ്പൊ അവരിതുവരെ പറയാത്തത് കൊണ്ട് ആ വ്യക്തി അടക്കമുള്ള സമസ്തയാണോ കള്ള ശരീഅത്തിന്റെ ആളുകൾ? കാരണം പറയാത്തത് കൊണ്ട്, കാരണം കേൾക്കാത്തത് കൊണ്ടല്ലോ, എല്ലാവരും പരസ്യമായി പറഞ്ഞ വിഷയമാണല്ലോ. ഞാൻ പറയട്ടെ, അപ്പോ ഈ വിഷയങ്ങൾ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട്, ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ആരും എതിർക്കാത്തത് കൊണ്ട്, എല്ലാവരും ഒരേ സമയം തഖീറാത്ത് ചെയ്തതുകൊണ്ട് ഇയാൾ പറഞ്ഞതടക്കമുള്ള സമസ്തയാണോ നിങ്ങൾ ഇവിടെ ഉദ്ദേശിച്ച കള്ള ശരീഅത്ത്? മറുപടി ഞങ്ങൾ അത് ഓരോ ആലിമിനോടും AP ഉസ്താദിനോട് ഞങ്ങൾ ചോദിപ്പിച്ചു. ഉസ്താദിനോട് മർക്കസ് സബ്ക്ക് തന്നെ ചോദിച്ചു. അങ്ങനെ പല ആലിമിനോടും ചോദിച്ചൊക്കെ പറഞ്ഞു നേരില്ല എന്ന വാദം അബദ്ധമാണെന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഉസ്താദുമാരൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സമസ്യയില്ല, ഒരവസ്ഥയുമില്ല. AP ഉസ്താദിന്റെ പ്രസംഗം തന്നെ ഞങ്ങളതിലുണ്ട്, AP ഉസ്താദിന്റെ കിതാബിലും ഉണ്ട്. കിതാബ് നമ്മളെ വണ്ടി തന്നെ ഉണ്ട്. ഉസ്താദിന്റെ കിതാബ് ഒരു നിലയിലും ലഭിക്കില്ല എന്നുള്ളത്. അപ്പൊ അത്രയും ഞങ്ങൾ ചോദിച്ചു. അപ്പൊ അവരങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ പറയാ ഒരാളൊരു പോയത്തെ പറഞ്ഞ എല്ലാവരും തെക്കറി എഴുതുന്നു വെക്കുക, പിന്നെ എല്ലാം അങ്ങനെ തന്നെ. അതിലിപ്പോ എന്താ തർക്കം? ഇത് ദീനിന്റെ നിയമം ആണനുസരിച്ചല്ലല്ലോ. പക്ഷെ ഇവിടെ അത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ AP ഉസ്താദിനോട് ചോദിച്ചു, സുലൈമാൻ ഉസ്താദിനോട് ചോദിപ്പിച്ചു, ആലിമീങ്ങളോടൊക്കെ ചോദിപ്പിച്ചിട്ടുണ്ട്. ഓലൊക്കെ പറഞ്ഞ് നേരില്ല, ഒരു സമയത്തില്ല തന്നെയാണ്. ഇത് അബദ്ധമാണ് എന്ന വാദം തന്നെയാണ് ഓലൊക്കെ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഉസ്താദുമാർ ഇയാളെ ഇദ്ദേഹം ഇങ്ങനെ നിയലുണ്ട് എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ ആ ഉസ്താദുമാര് പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ? അതെന്താണ് മറുപടി പറഞ്ഞത്? അത് പറഞ്ഞതെന്താന്ന് വെച്ചാല്, ഞങ്ങൾ ഈ വിഷയം പുറത്തു പറഞ്ഞാൽ അത് സംഘടനാപരമായൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ അന്വേഷിച്ചോളി. എന്തേ പറഞ്ഞു? സംഘടനാപരമായ പ്രശ്നങ്ങൾ വരുന്നോ? നിങ്ങൾക്ക് അള്ളാന്റെ റസൂലൊന്നും അല്ല വലുത്. സുഹൃത്തുക്കളെ, ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണിത്. വലിയ ഗൗരവമുള്ള വിഷയമല്ലേ? ഞാൻ ചോദിക്കുന്നു, SSFകാരാ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ പുരാന്മാരെ പിന്നാലെ കൂടിയിട്ടുള്ളത്? കാന്തപുരം അബൂബക്കർ മൗലവിയോട് നൗഷാദ് ഹാഷിമിൻ ടീമും ചോദിച്ചു, പേരോട് ആ പറഞ്ഞ രീതിയിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇടക്കിടക്ക് നേരുണ്ടാകാറുണ്ടായിരുന്നോ? കാന്തപുരം പറഞ്ഞത്ര ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കാന്തപുരത്തിന്റെ കിതാബിലുണ്ട് എന്നാ കേട്ട്. പൊന്മളയോട് ചോദിച്ചു, അല്ലേ? പൊന്മാന്റെ എന്തായിക്കാരും മറുപടി ഞാൻ പറയണില്ല. പിന്നെ സുലൈമാൻ മൂലയരോട് ചോദിച്ചു. സുലൈമാൻ മൂലയരെ? ഈ സുലൈമാൻ മൂലയരോട് തന്നെ ചോദിച്ചു. മൂപ്പരും പറഞ്ഞു, ഇല്ല, ഒരു കാലത്തും ഒരിക്കലും നേരുണ്ടായിട്ടില്ല. അങ്ങനെ AP വിഭാഗം സമസ്ഥാനം അവർ പറഞ്ഞോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ അങ്ങനെ കുതിരവട്ടത്ത് ആരൊക്കെ എന്തൊക്കെയാ പറയുന്നത്, അതൊക്കെ ആരെങ്കിലും അതിന് മൈൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇതങ്ങനെ ഒരു കുതിരവട്ട സംഘമാണ് എന്നതിന്റെ തെളിവന്നെ പോയി കണ്ടുകൊണ്ടിരിക്കണമൊക്കെ. എന്തോ ആട്ടെ സുഹൃത്തുക്കളെ, ഇവരുടെ പ്രസ്ഥാനത്തിലുള്ള സകല ആളുകളുടെ ആലിമീങ്ങളെന്ന് പറയുന്നവരോട് മുഴുവൻ നൗഷാദ് ഹാഷിയും ടീമും പോയി നേരിൽ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു കാലത്തും നേരുണ്ടായിരുന്നില്ല എന്നാണ് അവരെല്ലാരും മറുപടി പറഞ്ഞത്. അപ്പൊ ചോദ്യകർത്താവിന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പേരോട് ഉസ്താദ് നിങ്ങളൊരു വാദമുണ്ട് എന്ന വിഷയം ഇവരോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴല്ലേ പൂച്ച പുറത്തു ചാടിയത്? അപ്പോഴല്ലേ ഓരോരുത്തരുടെയും ആദർശത്തിന്റെ കെട്ടിന്റെ വലുപ്പം മനസ്സിലായത്? സുലൈമാൻ ഉസ്താദിന്റെ ഇഖ്ലാസ് നിറഞ്ഞ മുഖങ്ങനെ തുളുമ്പിയില്ലേ? ഇഖ്ലാസ് കൊണ്ട് താടിങ്ങനെ വിറച്ചു. എന്തേ? പോക്കറ്റുകളെ കൈയിരണ്ടി വന്നു. എന്തേ കാരണം എന്നറിയോ? നോട്ട് കെട്ടുകൾ ഉതിർന്നു വീഴുമോ എന്നുള്ള പേടി. സംഘടനക്ക് പ്രശ്നമാവൂന്ന് വിചാരിച്ചിട്ട് ഉണ്ടാതിരുന്നതാണ്. എന്ത് സംഘടനടോ? അള്ളാഹുവിന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ പ്രത്യേകതകളെ ഇടിച്ചു താഴ്ത്തി ഒരുത്തൻ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ പരസ്യമായി പ്രസംഗിച്ചതിനെതിരെ സംസാരിക്കാൻ നിങ്ങളുടെ സംഘടനയുടെ സെറ്റപ്പും കെട്ടുറപ്പും നിങ്ങൾക്ക് തടസ്സമായെങ്കിൽ ആ സംഘടന ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംഘടനയാണ് എന്ന് എങ്ങനെയാണ് ജനങ്ങളോട് നിങ്ങൾ വാദം പറയാ? എന്താ നിങ്ങളുടെ സംഘടനയോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദുനിയാവുണ്ടാക്കലോ? ആണെന്നല്ലേ മനസ്സിലാവുന്നത്?
ആണെന്നാ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ എന്ത് സംഘടന? അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഒരു വിഷയം ഒരാൾ തോന്നിയാസം പ്രസംഗിച്ചിട്ട് അവിടെ സംഘടനന്റെ സെറ്റപ്പ് പറഞ്ഞിരിക്കല. എവിടുന്നങ്ങളൊക്കെ സുന്നത്യമായിട്ടെന്ന് പറഞ്ഞു വരുന്നത്. ഇനി സുഹൃത്തുക്കൾ, ഇനിയാണ് ഞാൻ പറഞ്ഞ ഭാഗം. ഇനി ആ മറ്റേ പുലാണ്ടല്ലോ, അവനെന്റെ അടി കയറി സമസ്തന്റെ നേരെ ഒന്ന് കുതിര കയറാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അപ്പൊ തന്നെ പിടിച്ചു കെട്ടി കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഞാൻ എനിക്ക് നിങ്ങൾ ഒരു വാശി, നിങ്ങൾ മുത്തുനബിക്ക് ഒരു അല്പസമയങ്ങളിൽ മേലുണ്ട് എന്നുള്ള ഒരു കിതാബ് എനിക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങളെ കൂടെ അതിലെന്താ വാശി? അല്ല, മൂപ്പര് പറയട്ടെ, ഇങ്ങനത്തെ പറയണേ പറഞ്ഞപ്പോഴേ കഴിഞ്ഞല്ലോ. കൊടുക്കട്ടെ. അയാളെന്താ പറയണേ പറയട്ടെ. ഇങ്ങനെന്തോ പറയണേ പറ. ഇങ്ങനെന്തോ സാർ? അപ്പൊ നിങ്ങൾ അപ്പൊ അങ്ങനെ ഒരു കിതാബ് പറയട്ടെ. എല്ലാരും കൂടി ഇടപെട്ടത് ഇത് ആള് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാണ്. നമ്മൾ അതിനനുസരിച്ച് മറുപടി പറയുന്നു. നിങ്ങൾ പറയും. അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ ഇതുവരെ നിങ്ങൾക്ക് ഒരു ഉസ്താദുമാരും നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏത് ഉസ്താദുമാരോട് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടപ്പോ ഒന്നും മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും എന്താകുന്നില്ല, ഇദ്ദേഹത്തിനെ ആരും വന്ന് ശാസിക്കുകയോ ഇദ്ദേഹത്തിനെ ഉപദേശിക്കുകയോ ചെയ്തിട്ടില്ല. പരസ്യമായിട്ടുണ്ടെങ്കിൽ സുന്നത്തമായത്തിന്റെ പ്രവർത്തകന്മാരായ ഞങ്ങൾക്കൊക്കെ അറിയുമായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ഈ ഉസ്താദിനെ തന്നെ അംഗീകരിക്കുന്ന സമസ്തയ മൊത്തം കള്ള ശരീരത്തിന്റെ ആളുകളായിട്ടല്ലേ? ആണെങ്കിൽ ആണെന്ന് പറഞ്ഞേക്കും, ഇപ്പൊ പേടിയൊന്നുമില്ലല്ലോ, കാരണം കള്ള ശരീരത്തിനല്ലേ. അതെ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആ വിശ്വസ്ത പറഞ്ഞ വിഷയത്തെ മനസ്സിലായി. ഒരിക്കലും റസൂലുള്ളാഹിക്ക് നേരില്ല. ഒരാളങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, അയാൾ ആ പ്രസംഗിച്ച അബദ്ധമാണ്. എ പി ഉസ്താദിന്റെ വാദം ഒരിക്കലും നേരില്ല മനസ്സിലായി. ഇനിയിപ്പോ അയാളൊക്കെ ഒതുങ്ങുന്ന ആ സമസ്തയാണോ നിങ്ങൾ കള്ളശരീരത്തിന്റെ ഈ ഉദ്ദേശം? സമസ്ത എന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ്. അതുപോലെ വേറെ കുറെ സംഘടന ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തനബിന്റെ ഒരു പറയാനും ഞാൻ പറഞ്ഞെങ്കിൽ എനിക്കല്ലേ, മുത്തനബിന്റെ ഒരു ഷാറു മുബാറക്ക് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ളശരീരത്താണ്, അത് മുജാഹിദ് ശരീരത്താണ്. അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട്. ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്തയുടെ പുറത്ത് തമിഴ്നാട്ടിലേക്ക് ചോദിക്കും ബാധകമാണ്. ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ ഇതുകൊണ്ട് ആ സമസ്തയാണോ നിങ്ങൾ കള്ളശരീരത്തിന്റെ? അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ സുന്നത്തമായത്തിന്റെ പ്രവർത്തകന്മാരായ ഞങ്ങൾക്കൊക്കെ അറിയുമായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ഈ ഉസ്താദിനെ തന്നെ അംഗീകരിക്കുന്ന സമസ്തയ മൊത്തം കള്ള ശരീരത്തിന്റെ ആളുകളായിട്ടല്ലേ? ആണെങ്കിൽ ആണെന്ന് പറഞ്ഞേക്കും, ഇപ്പൊ പേടിയൊന്നുമില്ലല്ലോ, കാരണം കള്ള ശരീരത്തിനല്ലേ. അതെ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആ വിശ്വസ്ത പറഞ്ഞ വിഷയത്തെ മനസ്സിലായി. ഒരിക്കലും റസൂലുള്ളാഹിക്ക് നേരില്ല. ഒരാളങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, അയാൾ ആ പ്രസംഗിച്ച അബദ്ധമാണ്. എ പി ഉസ്താദിന്റെ വാദം ഒരിക്കലും നേരില്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പോ അയാളൊക്കെ ഒതുങ്ങുന്ന ആ സമസ്തയാണോ നിങ്ങൾ കള്ളശരീരത്തിന്റെ ഈ ഉദ്ദേശം? സമസ്ത എന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ്. അതുപോലെ വേറെ കുറെ സംഘടന ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തനബിന്റെ ഒരു പറയാനും ഞാൻ പറഞ്ഞെങ്കിൽ എനിക്കല്ലേ, മുത്തനബിന്റെ ഒരു ഷാറു മുബാറക്ക് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ളശരീരത്താണ്, അത് മുജാഹിദ് ശരീരത്താണ്. അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട്. ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്തയുടെ പുറത്ത് തമിഴ്നാട്ടിലേക്ക് ചോദിക്കും ബാധകമാണ്. ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, എല്ലാവർക്കും ബാധകമാണ്. ഇന്ന സമസ്താണ് കിട്ടലാണെന്നുള്ള ആവശ്യം, അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അവർ കള്ളശരീരത്തായത് അത് കൂടുതൽ മനസ്സിലാക്കി. മുത്തനബിന്റെ ഒരു ഷാറു മുബാറക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടെങ്കിലേ പറ്റൂ. ഇതാണിപ്പോ എസ് കെ സമസ്തയുടെ ഇ കെ സമസ്തന്റെ മുഷാവറ പാസാക്കിയത്. ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല, അത് കള്ളശരീരത്തേന്. ആരൊക്കെയാണ് എല്ലാവർക്കും ഒരു ബാധകം തന്നെ, ഏത് സമസ്ത ആയാലും ശരി, അതും കള്ളശരീരത്തേന് ഇന്ന് വരില്ല. TCR ഷാറു മുബാറക്ക് അംഗീകരിച്ചത് ഞാൻ ഈ ചെന്നൈന് എന്താ വേണ്ടെന്ന് ഞാൻ ആലോചിക്കണം. അത്രയും വള്ളം കോരി ഉഷാറായസിനോടെ പണി പൊട്ടി തെങ്ങേറിന്റെ അവലും കഴിഞ്ഞായിട്ട് ആ കോരി നിറച്ച വള്ളം മുഴുവൻ കൊണ്ടൊരു ഒറ്റ ഉടക്കല്. അതിനാണ് ഉഷാറായസിന് മര്യാദയ്ക്ക് ഞങ്ങളോട് പറഞ്ഞത്, ഈ ആദ്യ വണ്ടിയും മലയും കൂടെ കൊണ്ടുവന്നാല് നിങ്ങളെ ട്രൗസർ മുഴുവൻ. കാരണം എന്താ പറയുക, ഓൻ ചെറുപ്പത്തിലെ ഓനെ ഉസ്താദിലേക്കാണ് കുരുത്തക്കേറും വാങ്ങി പുറത്തിയാടിയാണ്. ഓന്റെ ഉസ്താദ് ബഹുമാന്യനായ പൂക്കോട്ടൂർ മുഹമ്മദ് ബാക്കവി ഓനെ ആറ്റി ഓടിച്ചതാണ് ഉസ്താദിനെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നടന്നിട്ട്, അറിയോ?
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ ഇവിടെ പറഞ്ഞത്? അല്ല ചങ്ങായെ, ഞാൻ ചോദിക്കട്ടെ, ആരെ എന്നോട് പറഞ്ഞു സമസ്തന്റെ മുശാവറ അങ്ങനെ തീരുമാനിച്ചു? നോക്കാൻ പറയല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ എന്താ ഏപ്പിയും കൂട്ടാന്ന് എഴുതിയത്? എന്തെങ്കിലും വിചാരിച്ച് ഇവിടെ ആരാ സനത് കണ്ട് ബോധ്യപ്പെടാതെ ഷഹർ മുബാറക്ക് അംഗീകരിക്കാൻ പാടില്ല എന്ന് സമസ്തന്റെ മുശാവറ തീരുമാനിച്ചു എന്നവൻ പറഞ്ഞത്. എന്താ വെല്ലുവിളി നമുക്ക് പറ്റൂലേ? 1001 കുതിര കത്തിയോടെ കൂട്ടത്തില് ആപ്പിന്റെ പിന്നെ ആ ഒരു പ്രത്യേക കുതിരന്റെ കത്തി. അവരുടെ ശരീരത്തിൽപ്പെട്ട ഒന്ന് അതല്ലേ അല്ലേ? ആപ്പിന്റെ കുതിരനെ കൊണ്ടുവന്നതാണ്, കുതിര ഒറ്റയ്ക്ക് വന്നതാണോ എന്നുള്ള തർക്കം. അതൊരു കള്ളശരിയാത്താമത്രേ. എന്താ ആയിക്കോട്ടെ, 1000 കുതിര ശക്തി വേറെ, കൂട്ടത്തിലെ ഹാപ്പുവിന് ആ ഒറ്റക്കുതിരയും, അങ്ങനെ 1001 കുതിര ശക്തിയോടുകൂടെ ആണത്വത്തോടുകൂടെ വെല്ലുവിളിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ യോഗ തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഷഹർ മുബാറക്കാണെന്ന് സ്ഥിരപ്പെടാൻ സനത് കണ്ട് ബോധ്യപ്പെട്ടേ പറ്റൂ എന്ന ഒരു തീരുമാനം മുശാവറ യോഗത്തിൽ പാസാക്കിയതായി തെളിയിച്ചു തന്നാൽ ഞാൻ നാളെ മുതൽ സമദ് അൻവരിയുടെ വീട്ടിലെ അടുക്കള ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇല്ലെങ്കിൽ അത് തിരുത്തണം. നോണാറേ നമസ്കാരം കുറിച്ച് നുണ പറയും. ഓന്റെ നാവ് കഴിച്ചതാ, ഓന്റെ നാവ് കഴിച്ചിരുന്നു, അത് പേക്കും, അത് പൊട്ടിയ നാവാണ്, അത് പേക്കും. അതിനാ നൗഷാരാശി നിങ്ങളോട് കുറച്ച് എനിക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞു മര്യാദയ്ക്ക് ഓന ഇരുത്തനോട് തിരുത്തിയിട്ട് ബാക്കി പോകണമെങ്കിൽ എന്നാൽ കുറച്ച് വെളിച്ചം കാണും. പൊന്മളം ചേരോടെങ്കിലും നന്നാവും. ഇതിപ്പോ എന്താ അത് എല്ലാവരും കൂടെ അടക്കുകയും ചെയ്യാം. നഞ്ഞ് നാനായി മതി എന്തായാലും പറഞ്ഞു വാസിലുണ്ടല്ലോ ഇല്ലേ? ഉള്ളം കൂടി ഒരു വാസിലാവും. ഇവരെ കൂടെ കൊണ്ടുവന്നാൽ സമസ്തക്കെതിരെ തീരുമാനിക്കുക. ചെങ്ങായി സനത് വേണമെന്ന് പറഞ്ഞ് ഏറ്റിയ നമ്മളല്ല. സനത് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്. വരട്ടെ ക്ലിപ്പ് വരണ്ടേ? ശരി, ആരാ ഇടാ ക്ലിപ്പുള്ളത് അല്ലേ? സനത് വേണമെന്ന് പറഞ്ഞ് നമ്മളാ ആണോ? ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്. അത് ആരോരാളിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് PM ചെയ്തിരുന്നല്ലോ. അബൂ എന്താ ആരെ കയ്യിലാണ് ആ ക്ലിപ്പ് ഉള്ളതെങ്കിൽ ഒന്ന് പെട്ടെന്ന് റീസാൻഡ് ചെയ്യാം. ആ ക്ലിപ്പ് കേൾപ്പിക്കൽ വളരെ പ്രസക്തമായ സമയമാണ്. കാരണം സമദ് അൻവരി ഈ നൗഷാദ് എല്ലാ കാര്യത്തിലും അബദ്ധം സംഭവിക്കാറുണ്ട്. ഇയാൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ സമദ് അൻവരി എന്ന് പറഞ്ഞ അബദ്ധം. അത് അയാൾ ആദ്യം നന്നാക്കിയാലും ഒഴിവാക്കിയാലും ചിലപ്പോൾ അയാൾ നന്നാകാറുണ്ട്. ഈ സാധനത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ സമസ്തന്റെ കള്ള ശരിയായിട്ടാണ് സമസ്തന്റെ ശരിയായിട്ട് എന്താ കാരണം? മുശാവർ ഇങ്ങനെ പാസ്സാക്കിയിരുന്നു. ആര് പറയണ എന്നോട് പാച്ച നോണ പറയാ സമസ്തനെ കുറിച്ച്? മാത്രമല്ല അപ്പറഞ്ഞ അതും നിങ്ങൾക്കെതിരിൽ തന്നെയാണ്. കാന്തപുരം അബൂബക്കർ മൗലവിയാണ് പറഞ്ഞത്. ഇതാ ദീനി എന്ന് പറഞ്ഞാൽ സനത് കൊണ്ടാണ്. ഇവിടെ കൂടിയ സഖാഫിമാർക്കൊക്കെ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ അവർക്ക് നമ്മൾ സനത് കൊടുക്കാറുണ്ട് അല്ലേ? സനത് കൊടുക്കാറുണ്ട്. അതുപോലെ ഷഹർ മുബാറക്ക് സനതോടുകൂടെ കൈമാറി എന്ന് പ്രഖ്യാപനം നടത്തിയത് കാന്തപുരവും പേരോടും തന്നെയാണ്. ആ സനത് ശരിയല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞത് മുതവാത്തിറായി സ്ഥിരപ്പെട്ടാലും മദീനല്ല, അതും ദലീലാണെന്നാ പറഞ്ഞത്. രേഖയാണ്. മുതവാത്തിറായി സ്ഥിരപ്പെട്ടതാണെങ്കിലും രേഖയാണ്. ഇനി മറ്റു പരീക്ഷണാടിസ്ഥാനത്തിൽ നിഴല് പരിശോധന പോലെയുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടാലും രേഖയാണ്. കൂട്ടത്തിൽ അപ്പറഞ്ഞ രേഖകളുടെ കൂട്ടത്തിൽ പെട്ടൊരു രേഖയാണ് സനതും. അവിടെ നമ്മൾ പറഞ്ഞത് അതാണ് ദീനും. എന്തെങ്കിലും വിളിച്ചു പറയല. ഔലിയാക്കൾ വള്ളം കൊടുത്താ സുഖമായിട്ട് നോമ്പായിരുന്നു നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ അല്ലേ? ആപ്പിൾ ഔലിയാണെന്ന് ആദ്യം പറഞ്ഞു വെച്ചു. ഇനിയിപ്പോ റമദാൻ മാസത്തിൽ നന്നായിട്ട് ഇറച്ചിയും പൊറാട്ടിയും വട്ടി വീയിക്കൂടി. കാരണം എന്താ? ഔലിയാക്കൾ വള്ളം കൊടുത്താൽ നോമ്പ് കൂടിയില്ലാന്നല്ലേ സമദൻവരിന്റെ പൊട്ടി പൊത്തുവാ. ഇറച്ചിയും പൊറാട്ടി അടിച്ചു മാറിക്കൂടി. കാരണം എന്താ? ഹാഫിൾ വലിയും വാഹി തന്നതല്ലേ? നോമ്പ് കൂടിയില്ലല്ലോ, കലാവും വീട്ടുണ്ടല്ലോ. ഇയാൾ ശരീരത്ത് സമുദായത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ചീഞ്ഞ മുട്ടയാവൂല. ആന മുട്ടെടുത്തറിയാം ഇന്ന ജനങ്ങള് അറിയങ്ങള്. ചീഞ്ഞ മുട്ടന്റെ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
നമ്മൾക്കിതിന് വിരോധമൊന്നുമില്ല. പക്ഷെ സമസ്തക്കെതിരെ വിരലനക്കിയാൽ ആ വിരൽ ഞങ്ങൾ പിടിച്ചൊടിക്കുക തന്നെ ചെയ്യും. അത് ഞങ്ങളെ കഴിവല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇടപെടും. പിന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് പ്രസക്തി നഷ്ടപ്പെടും, നിങ്ങളുടെ നാക്കുകൾക്ക് പിഴവുകൾ സംഭവിക്കും. ഒരു സംശയക്കാര്യത്തില്ല. അതാണ് നമ്മളൊരിക്കലും പറ്റിയത്. അപ്പൊ സമസ്തക്കെതിരെ പണിയേറാൻ നോക്കുക. പഠിച്ചു വാചകങ്ങളായി സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തത്, തീരുമാനങ്ങൾ എന്താടുത്തതെന്നൊക്കെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളാളുകളാ, നമ്മളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിന്റെ ഇസ്സത്ത് ഉന്നതങ്ങളിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തട്ടെ. മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങളുടെ സാദാത്തീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇത്തരത്തിലുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ ഉലമക്കെതിരെ